ഇതിലേറ്റു പറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസ്സുണ്ട്. രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല, രോഗശക്തിക്കോ രോഗാത്മാവിന് എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, സകലതും ദൈവം നമുക്ക് അനുകൂലമാക്കുന്ന ദൈവമാണല്ലോ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത്, കൊല്ലത്തും നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളുടെ ഹോളുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്ത് നടക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എത്ര പേരാണോ അതനുസരിച്ച് നിങ്ങൾ കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വേറൊന്നിനു വേണ്ടിയല്ല, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളായതുകൊണ്ട് പുതുതായി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യത്തിനും വേണ്ടി നമ്മൾ ഹോളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ എല്ലാവരും കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഹോളുകൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആളുകളുടെ എണ്ണം അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയുള്ള സഹോദരന്മാർ തന്നെ പല കപ്പാസിറ്റിയുള്ള ഹോളുകളെ പറ്റി പറയാൻ ഇടയായി തീർന്നു. അപ്പം നമുക്കത് കൗണ്ട് അനുസരിച്ച് വേണം ആ ഹോളുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം അജാസ്ട്രിങ്ങിന് പറയാൻ ഇടയായി തീർന്നു. അജാസ്ട്രിന് വർഗീസ് ബദറുണ്ട്. അപ്പോൾ അവർ പറയാൻ ഇടയായി തീർന്നു. ഏകദേശം 400 മുകളിൽ ആളുകളെ ലിസ്റ്റിൽ കണ്ടു. അപ്പോൾ നമ്മളവിടെ എറണാകുളത്ത് കണ്ട കുറച്ച് ഹോളുകളിൽ നിങ്ങൾക്കറിയാം, മർത്തോമയുടെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അത് നോക്കി അങ്ങനെ പല ഹോളുകളുടെ അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൗണ്ട് അറിയണം. കാരണം ഒന്ന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ കാണാനോ പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഹോളുകൾക്കകത്ത് കയറണം. അതിനുവേണ്ടിയാണ് ഹോളിൻ്റെ എണ്ണം, ആളുകളുടെ എണ്ണം. സർപ്രൈസായിട്ട് ആരും വരാൻ നിൽക്കരുത്. അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ തുകകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു. ഞാനിത് പറയുന്ന വേറൊന്നുമല്ല. അപ്പോൾ അത്രയും നമ്മൾ തുക കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് ചിന്തിക്കണം. അത്രയും വലുത് ആളുകൾ കൂടുന്നുവെങ്കിൽ അത്രയും വലുത് നമ്മളെടുക്കും. ആളുകളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഓഡിറ്റോറിയങ്ങളാണെങ്കിലും ഹോള് അല്ലെങ്കിൽ അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എത്ര പേര് ആ ഗ്രൂപ്പുകളിലേക്ക് ഇന്ന് നിങ്ങൾ കാര്യങ്ങളെ സംസാരിച്ച് ആ ഗ്രൂപ്പ് മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ അറിയിക്കാൻ വേണ്ടിയാണ്. എത്ര പേര് അതിനകത്ത് മെസ്സേജ് ഇട്ടിരുന്നു? ഞാനിട്ടുണ്ട് ബ്രദറെ. ഓക്കെ, തീർച്ചയായും. കുവൈറ്റിന്നാണ്. ഓക്കെ സിസ്റ്ററെ, ഓരോ സ്ഥലത്തുനിന്ന് ഉള്ളവരൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് വരുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യങ്ങൾക്കെല്ലാം പ്രദമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ ഇതെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈവിൽ കാണുന്നവരുമുണ്ട്. അപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രമീകരിക്കണം. പിന്നെ നിങ്ങൾ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത്. അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇപ്പോൾ കൊല്ലത്തും അതുപോലെ തന്നെ ഏകദേശം നമുക്ക് ഡിസംബർ 15 തന്നെ എല്ലാ ഹോളുകളും ഓഡിറ്റോറിയങ്ങളും ബുക്ക് ചെയ്യും. ഞാൻ ഫെബ്രുവരിയിലേക്ക് നാട്ടിലേക്ക് വരത്തുള്ളൂ. ആ സമയത്ത് മീറ്റിങ്ങിൻ്റെ തലേദിവസത്തേക്ക് ഞാൻ വരത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സഹോദരന്മാരാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നമേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതനുസരിച്ച് 10-ാം തീയതിക്കുള്ളിൽ ഹോളുകൾ ബുക്ക് ചെയ്യും. അപ്പോൾ കേൾക്കുന്നവർ റെസ്പോണ്ട് ചെയ്യണം. ഇന്ന് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് എത്ര പേര് നിങ്ങൾ വരുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് പറഞ്ഞതിന് ശേഷം ഇനി എറണാകുളത്തുള്ളവർ ആ ഹോള് തപ്പണം. നമുക്കിപ്പം കൺക്ലൂഡ് നിൽക്കുന്നത് മാർത്തോമ ഹോളാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് അതൊരു 95,000 രൂപ ഏകദേശം റെൻ്റ് അതിന് പറഞ്ഞിരിക്കുന്നവർ. ഏകദേശം 5 മണി വരെയുണ്ട് റെൻ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ക്രമീകരണം നമുക്ക് വേണം. അത്രയും ആളുകൾ ഉള്ളതുകൊണ്ടാണ് അത്രയും ക്രമീകരണം. അപ്പോൾ ബാക്കി എന്തെങ്കിലും നിങ്ങളുടെ സജഷനുകൾ ഉണ്ടെങ്കിൽ, വേറെ ഹോളുകളുണ്ട്, വേറെ ഓഡിറ്റോറിയങ്ങളുണ്ട്, അത്ര എക്സ്പെൻസ് വരത്തില്ലാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ കാണുന്ന നമ്പർ കണ്ടല്ലോ,
നമ്മുടെ സഹോദരന്മാരൊക്കെ നമ്പറുകളാണ്. അതിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അങ്ങനെയുള്ള ക്രമീകരണം ഉണ്ടെങ്കിൽ നമ്മൾ 15-ാം തീയതിയിലേക്കുള്ള എല്ലാ ഹോളുകളും കൊല്ലത്തും കോട്ടയത്തും എല്ലാം ബുക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങളും എല്ലാം സൗണ്ടും ലൈവ് നിങ്ങൾക്ക് ലൈവ് ആവശ്യമുണ്ട്. ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട്, വിദേശത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലൈവും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളനുസരിച്ചാണ്. അപ്പോൾ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്താൽ പിന്നെ അത് കൂടുതലാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അത് മാത്രമല്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് കൂടാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അത് മാത്രമല്ല, ബാക്കി അപ്ഡേഷനിലൊക്കെ ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ ബലപ്പെടുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കും. അപ്പോൾ ശുശ്രൂഷയുടെ വലിയൊരു പകർച്ച ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷമുണ്ട്. കാരണം സാക്ഷ്യങ്ങളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നു. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട, എനിക്ക് വർഗീസ് ബ്രദറാണ് എനിക്ക് ആ സാക്ഷ്യം അയച്ചു തന്നത്. അപ്പോൾ ആ സഹോദരിക്കുണ്ടായ ഒരു സൗഖ്യം, 4 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ആ സഹോദരി, സാക്ഷ്യം അയച്ച സഹോദരി ഒന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ആ സാക്ഷി ഒന്ന് കേൾപ്പിക്കാം. ഇന്ന് മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ ആ സഹോദരി അത് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഞാനിപ്പോൾ അത് കേൾപ്പിക്കാം. ഓഡിയോ ഓൺ ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണം. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുവാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ സാക്ഷ്യങ്ങൾ ഇതേപോലെ അയച്ചു തരുന്നത്, പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, പറയാൻ സാധിക്കാതെ പോയവരുണ്ടെങ്കിൽ പറയാൻ മാക്സിമം ലൈവിൽ തന്നെ ശ്രമിക്കുക. ഇനി ലൈവിൽ പറയാൻ പറ്റിയില്ല ബ്രദറെ, തിരക്ക് കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാക്ഷി അയക്കാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടെ, ഒരു ദിവസവും കൂടെ നിങ്ങളോട് പ്രീച്ച് ചെയ്യാൻ ഒരു ബലവും ധൈര്യവുമാണ്. കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്ത് ആ സഹോദരി, ഇന്ന് ഈ സാക്ഷി വായിച്ച സഹോദരി ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാകുക. നമ്മൾ ഓരോ സാക്ഷ്യത്തിൻ്റെ അകത്തുനിന്ന് പഠിക്കുവാണ് എങ്ങനെ ദൈവപ്രവൃത്തി ഉണ്ടായി. ഉണ്ടോ? കയറുന്നുണ്ടോ സിസ്റ്റർ? ഇന്ന് ഞാൻ ആ സാക്ഷി ഒന്ന് കേൾപ്പിക്കാം. ബ്രദർ കഴിഞ്ഞ ആഴ്ച പ്രവചിച്ച് പറഞ്ഞിരുന്നു, ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് സൗഖ്യമാകുന്നുവെന്ന്. എനിക്കത് പൂർണ്ണമായും സൗഖ്യമായി. ഒത്തിരി പ്രയാസമായിരുന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ചെവിയിലൂടെ വെള്ളം വരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അതും എനിക്ക് പൂർണ്ണമായും സൗഖ്യമായി. പിന്നെ ഇന്നലെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പം നല്ല മഴയായിരുന്നു. നടന്നു വേണം പള്ളിയിൽ പോകാൻ. അപ്പം മഴ കാരണം നനയുമെന്നുള്ള ഇതിൽ വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ മഴ നിന്നു. എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ബ്രദറിനും നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് നിങ്ങൾക്ക് ആ സാക്ഷ്യം പറഞ്ഞ സഹോദരി ഇന്ന് പ്രയറിലുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ സഹോദരി? ആ സഹോദരി ഉണ്ടല്ലേ. അപ്പം ബിജു മാവേലിക്കർ എന്നുള്ള പേരിലാണോ? അതെ അതെ അതെ. അപ്പോൾ ആ സഹോദരി പറഞ്ഞതെല്ലാം ശരിയാണോ? എത്ര വർഷമായിട്ട് സഹോദരിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 4 വർഷമായിട്ടുണ്ടായിരുന്നു. 4 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. അന്ന് കഴിഞ്ഞ ദിവസം എത്ര പേര് കേട്ടായിരുന്നു ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ട് ഹോർമോൺ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യത്തെ കർത്താവ് അയക്കുന്നു എന്നൊരു പ്രവചന ആലോചന പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ നിമിഷം തന്നെ ആ ശരീരത്തിൻ്റെ മേലേക്ക് സൗകര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വ്യത്യാസം ഉണ്ടാകാൻ ഇടയായി തീർന്നു. അതിനുശേഷം അത് പൂർണ്ണം അന്നേരത്തേക്ക് 4 വർഷമായിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞതാണ് അത് പ്രോബ്ലമാണ്, അങ്ങനെ ഹോർമോണിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ഇത് മാറത്തില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ കർത്താവ്, നമുക്കറിയാം ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഉണ്ടായതൊന്നും ഞാൻ എൻ്റെ കേൾവിയിൽ അത് പിന്നീട് റീസ്റ്റോർ ആകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ, ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ കർത്താവ് അത് സൗഖ്യമാക്കിയ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും ദൈവിക ആലോചന ഉണ്ടായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കി. അപ്പോൾ നമ്മൾ കൃപാവരങ്ങൾ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കൃപാവരങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തും, രോഗങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. അപ്പം ഞാനിതെല്ലാം പറയുമ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കും ഇത് ഉപയോഗിക്കുവാൻ കഴിയും
അല്ലാതെ ബ്രദർ മാത്രമല്ല. അപ്പം ആ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആ സഹോദരി ഇപ്പോൾ കേൾപ്പിച്ചല്ലോ ഒക്കെ സാക്ഷ്യം, അതിൻ്റെ അകത്ത് രോഗം, നിങ്ങൾ ആ രോഗം ഉണ്ടായിരുന്ന ദൈവാത്മ വെളിപ്പെടുത്തി. സഹോദരി എന്നോട് ഈ അസുഖത്തിൻ്റെ കാര്യം, സഹോദരി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം, സഹോദരിയോട് എന്നോട് ഈ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നോ? എനിക്ക് ഹോർമോൺസിൻ്റെ ഈ വിഷയം ഉണ്ടെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? മ്യൂട്ട് മാറ്റിക്കൂ. ഇല്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടോ? അപ്പോൾ സഹോദരി ആ വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞ പ്രവചന ആത്മാവിലൂടെ, ആലോചനയിലൂടെ ഇന്ന രോഗമുള്ള വ്യക്തിയുടെ മേൽ സൗഖ്യം നടക്കുന്നു എന്ന് വെളിപ്പെടുത്തി. അത് മാത്രമല്ല, വെളിപ്പെടുത്തുക മാത്രമല്ല, 4 വർഷമായിട്ടുണ്ടായിരുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കി. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, എന്തുകൊണ്ട് നിങ്ങൾക്കിതുപോലെ വെളിപ്പെട്ടുകൂടാ? ഒരാൾക്ക് മാത്രം ഒരു സ്പെഷ്യലായിട്ട് ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളെന്ന് നമ്മൾ വചനം പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ അവകാശവും വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കൃപാ വരങ്ങൾ തുറന്നത്. ഒരു ദിവസം കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ദൈവികമായൊരു സ്പർശനം ഉണ്ടായ നിമിത്തമാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അതായത് ഒരു വ്യക്തിയുടെ അടുക്ക ചെല്ലുമ്പോഴേക്കും ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവം ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതേപോലെ പല കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. ഇന്ന രോഗമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ ആ വ്യക്തി കുടുങ്ങി കിടക്കുന്നു, ഇന്ന കാര്യത്തിൽ ആ വ്യക്തി സ്റ്റക്കായി നിൽക്കുന്നു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല, അതിനുള്ള പ്രതിവിധിയെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. അപ്പോൾ എനിക്കിത് ഒരു ദിവസം കൊണ്ട് കിട്ടിയപ്പോൾ എനിക്കിതിൻ്റെ വില അറിയത്തില്ല, പ്രത്യേകിച്ച് എനിക്കിത് എന്താ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആദ്യ സമയങ്ങളിൽ അപ്പോൾ എനിക്ക് മുമ്പേ ഉള്ള ആത്മീയ പിതാക്കന്മാരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ ആത്മീയ മേഖലകളിൽ ആഴമായിട്ട് ഇറങ്ങിയ സമയത്താണ് മനസ്സിലായത്, പല ആളുകളും കൃപാവരങ്ങൾക്ക് വേണ്ടി മാസങ്ങൾ ഉപവസിക്കുകയും മാസങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ എനിക്കൊരു ചിന്ത, അപ്പോൾ ഇവർ പറയുന്നു മാസങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രത്യേക കൃപ ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ഇത് പ്രത്യേക കൃപയല്ല, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. അതായത് കർത്താവ് ബൈബിളിൽ ഒരു വാക്കെടുക്ക്, സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അവകാശിയായി മാറുകയാണ്. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തു യേശുവിൻ്റെ കൂട്ടവകാശിയും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, ദൈവരാജ്യം പ്രസംഗിപ്പിക്കുവിൻ. അപ്പം നിങ്ങളുടെ അവകാശമാണ് രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത്. നിങ്ങളുടെ അവകാശമാണ് രോഗസൗഖ്യം. നിങ്ങളുടെ അവകാശമാണ് അനേകരെ വിടിവിക്കുക എന്നുള്ളത്. കാര്യം നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. ഞാൻ ആ വചനഭാഗത്തിലേക്ക് ഇന്ന് വരാൻ വേണ്ടി പോകണം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ചിന്തയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കൽപ്പിച്ചുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, എനിക്ക് ഉറപ്പാണ് വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ കഴിയാത്തത്, ഇതിന് ശേഷം ഞാൻ ചോദിക്കും. അപ്പോൾ രോഗം വിട്ടു മാറിയവർ, വേദന വിട്ടു മാറിയവർ എന്നോട് പറയണം, എന്നെ വ്യക്തമായി കേൾക്കണം, നിങ്ങളത് സാക്ഷ്യമായി പറയണം. നമ്മൾ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ എടുക്കുവാണ്. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വചനഭാഗമാണ്. ഇസ്രായേലിനെ ദൈവം എന്തുകൊണ്ടാണ് ഈ വചനത്തിലേക്ക് ഇവരെ ഫോക്കസ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോണം. ആ വാക്യഭാഗം ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളെ നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം, പഠിപ്പിക്കണം. നിന്റെ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എണീക്കുമ്പോൾ ഒക്കെയും നീ അവയെപ്പറ്റി സംസാരിക്കണം, പഠിപ്പിക്കുക, നീ പഠിക്കണം. അപ്പം നമ്മുടെ ചിന്തയിൽ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുക എന്നൊരു ആശയമല്ല. കാണാപ്പാഠമല്ല. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച് കുറേ പുസ്തകങ്ങൾ അവൻ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താ, ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, കാണാപ്പാഠം പഠിക്കുന്ന ഉദാഹരണം പറഞ്ഞു. എനിക്ക് അറബി ഭാഷ അറിയത്തില്ല, പക്ഷെ അറബിയിൽ ഒരു പാട്ട് കേട്ടാൽ 100 തവണ ഒരു CD പ്ലെയറിലോ മൊബൈലിലോ എനിക്ക് പാട്ട് കേൾപ്പിച്ചാൽ 101ാമത്തെ തവണ ഞാൻ മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യും? ആ പാട്ട് ഏറ്റുപാടും. അതിൻ്റെ അർത്ഥം അറിയണ നിർബന്ധമില്ല. നമ്മൾ നിരന്തരമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ചില ബസ്സിലൊക്കെ ഇങ്ങനെ പാട്ടിടും. നിങ്ങൾ തുടർമാനമായിട്ട് ആ പാട്ട് തന്നെ പിന്നെ കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ അറിയാതെ മൂളിപ്പാടും. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സ് അതിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയം അതിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അർത്ഥം അറിയണമെന്ന് ആവശ്യമില്ല. ഈ പലരും വചനം കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, അവർക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല. ഇവിടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നീ അവരെ മക്കളെ ഉപദേശിക്കണം. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെപ്പറ്റി പഠിപ്പിക്കണം. വചനം എന്താണെന്നുള്ളത് പഠിപ്പിക്കണം.
അതായത് ബൈബിളിൽ നമ്മളെപ്പറ്റി പറയുകയാണ്, ബൈബിൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, ഇത് നിങ്ങളുടെ അകത്ത് അറിവായിട്ട് കയറണം. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ കാണാപ്പാഠം പഠിക്കുക. ആ കാണാപ്പാഠം പഠിച്ചത് എനിക്ക് പ്രയോജനപ്പെടുന്നതെന്നറിയാവോ? ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലേക്ക് തരും. അപ്പം ഞാൻ കാണാപ്പാഠം പഠിച്ചത് മുഴുവൻ എഴുതുമല്ല, ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണോ ഞാൻ കാണാപ്പാഠം പഠിച്ചതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് അവിടെ എഴുതുക. അതിൻ്റെ അർത്ഥം ഞാൻ കാണാപ്പാഠം പഠിച്ചത് എൻ്റെ ഉള്ളിൽ അത് അറിവായി മാറി. അതുവരെ ഞാൻ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്കറിയാം, തത്തയും മൈനയെ കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ. ഇതിനോട് എന്തു പറഞ്ഞുകൊണ്ടിരിക്കും, തന്നെയും പിന്നെയും പറയും. എന്നാൽ അതിനോട് ചോദിക്കുക, നീ പറയുന്നതിൻ്റെ അർത്ഥം വല്ല അറിയാവോ? അപ്പോൾ തിരിച്ചുകൊണ്ട് പറയും, നീ പറയുന്നതിൻ്റെ അർത്ഥം അറിയാവോ? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണോ പറയുന്നത് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അത് അറിവല്ല, അത് പഠിച്ചിരിക്കുക. പക്ഷെ അത് അറിവല്ല, അത് കാണാപ്പാഠം പഠിച്ചിരിക്കുക. അറിവെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ ആ കാണാപ്പാഠം പഠിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ അതിനെ ഉപയോഗിക്കുവാൻ കഴിയുന്നത്, അവിടെയാണ് നിങ്ങൾ അതിനെ പഠിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്രായേൽ തൻ്റെ തലമുറകൾ എന്ത് ചെയ്തു? വചനം പഠിപ്പിച്ചു കൊടുത്തു. എന്താ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൽ നീ അവകാശിയാണെന്നുള്ളത് ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ പലപ്പോഴും വചനം കാണാപ്പാഠം പഠിക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നൊരു വിഷയം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കുറേ വചനം കാണാപ്പാഠം പഠിച്ചു, പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വചനം അറിയാം, പക്ഷെ വചനം ഉപയോഗിക്കുവാൻ അറിയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ആ വചനം കൊണ്ട് പ്രയോജനമില്ല. രണ്ടും രണ്ടാണ്. വചനം ഉപയോഗിക്കാൻ അറിയാത്തത് നിങ്ങൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു നോട്ട് എടുത്തിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് ആ പുസ്തകം മുഴുവൻ ആ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു പുസ്തകം പഠിച്ചു. ഇത് മൊത്തം ഞാൻ കാണാപ്പാഠം പഠിച്ചു. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ട് പറയുകയാണ്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, അതായത് ആദത്തിന്റെ ഭാര്യ ആരാണ്? അപ്പോൾ കാണാപ്പാടം ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെറുതെ പറഞ്ഞു കാണാപ്പാടം പഠിച്ച് എനിക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനതാ പറഞ്ഞത്, ഒരു പാട്ട് അർത്ഥം അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ല. അർത്ഥം അറിയാന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ എപ്പോഴാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരുക, നിങ്ങൾക്ക് കുറേ നേരം വായിച്ചത് മനപ്പാഠമാക്കാം, പക്ഷെ അതിൻ്റെ മീനിങ് അറിയത്തില്ലെങ്കിലോ? ഒരു ക്വസ്റ്റ്യൻ വന്നു, കുറേ ക്വസ്റ്റ്യൻ വന്നു, അത് കുറച്ചുകൂടെ നല്ലതല്ല. ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ABCD വായിച്ച വാക്കുകൾക്ക് ഉച്ചരിക്കാൻ അറിയാവുന്ന ഒരാൾ അത് മുഴുവൻ ആ പാരഗ്രാഫ് കാണാപ്പാഠം പഠിച്ചു, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ കാണാപ്പാഠം പഠിച്ച ആൻസർ ഉണ്ടെങ്കിലും ആൻസർ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം അറിയത്തില്ല. നമുക്ക് വചനം അറിയാം, വചനം ഉപയോഗിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ കുഞ്ഞുനാൾ മുതൽ തൻ്റെ യഹൂദ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, നീ കാല് കുത്തി നിൽക്കുന്ന ഈ മണ്ണുണ്ടല്ലോ ഇത് നിന്റെയാണ്. അപ്പോൾ അവർ പറയും, അത് കഴിഞ്ഞ ദിവസം ഹിത്യരും നെബൂസ്യരും മെസൊപ്പൊട്ടേമിയരും ഒക്കെ വന്നതുകൊണ്ട് അവർ തമ്പടിച്ചിട്ട് അവർ പറയുന്ന അവരുടേതാണ്. യഥാർത്ഥത്തിൽ അവർ മെസൊപ്പൊട്ടേമിയരെയും ഹിത്യരെയും നെബൂസ്യരും അവകാശപ്പെട്ടതിനെ പിടിച്ചടക്കുകയല്ല, ഇവരോട് പഠിപ്പിച്ചു, നിന്റെ അവകാശത്തിൻ്റെ മേൽ അവർ കയറിക്കിടക്കുകയാണ്, നിന്റെ അവകാശത്തിൻ്റെ മേൽ അവർ കയറിക്കിടക്കുകയാണ്. ഇങ്ങനെ അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം നിന്റെ അവകാശത്തെ അവർ കയറിക്കിടക്കുകയാണ്. അതായത് അവൻ്റെ മനസ്സിൽ കൊടുക്കുന്നത് നീയാണ് ഇതിൻ്റെ അവകാശി. ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു വചനം പഠിക്കുമ്പോൾ യേശു കർത്താവ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശിയുമാണ്. രോഗസൗഖ്യം നിങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, എൻ്റെ രോഗം മാറിയാൽ മതിയായിരുന്നു എന്നുള്ളതല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്. രോഗം അനധികൃതമായി എൻ്റെ സൗഖ്യത്തിൻ്റെ മേൽ കയറിക്കിടക്കുവാണ്. അതിനെ തള്ളി പുറത്താക്കുവാൻ യേശുവിൽ എനിക്ക് അധികാരമുണ്ട്. ഇതാണ് നിങ്ങൾ പഠിച്ചത് പ്രയോജനപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ആ സഹോദരി പറഞ്ഞു 4 വർഷമായിട്ട് ഹോർമോണിൻ്റെ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാൽ പ്രവചനാത്മാവിൽ വെളിപ്പെടുത്തി ഇന്ന രോഗമുള്ള വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. ഉടനെ എന്ത് ചെയ്തു? 4 വർഷമായിട്ടുണ്ടായിരുന്ന ആ രോഗം സൗഖ്യമായിരിക്കുന്നു. ചെവിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു, ആ ബുദ്ധിമുട്ട് അവിടെ സൗഖ്യം നടന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? രോഗമല്ല എൻ്റെ അവകാശം, സൗഖ്യമാണ് എൻ്റെ അവകാശം. അപ്പോൾ ദൈവാത്മാവ് എന്ത് ചെയ്തു? പ്രവചനാത്മാവിൽ വെളിപ്പെടുത്തുകയാണ്, ഇന്ന രോഗം സൗഖ്യമാകുന്നു. അതിൻ്റെ അർത്ഥം നീ രോഗത്തിനല്ല അവകാശി, സൗഖ്യത്തിനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നീ വീട്ടിലിരിക്കുമ്പോൾ പറയേണ്ടത് എന്നാണെന്നറിയാവോ? ഒന്നുമില്ലാത്തവനാന്നല്ല നീ പറയേണ്ടത്, നീ അവകാശിയാണ്. നീ വഴി നടക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നീ അവകാശിയാണ്. ഇനി
നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് പറയാം. പലപ്പോഴും നമ്മൾ ഈ മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും പലപ്പോഴും പല ആൾക്കാരും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്രദറെ ഈ ആഭിചാരവും കൂടോത്രവും ഒക്കെ ലോകത്തിലുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ലോകത്തിൽ ആഭിചാരമുണ്ട്, കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, പൈശാചിക ലോകമുണ്ട്. പക്ഷെ ഒരു വിശ്വാസി എങ്ങനെയാണ് അതിനെ ജയിക്കുന്നത് എന്നുള്ളത് നമുക്കിന്ന് പറഞ്ഞു തരാം. വേഗത്തിൽ തന്നെ നമുക്ക് സംഖ്യാപുസ്തകത്തിൻ്റെ അകത്ത് ഒരു വാക്യം ഇങ്ങനെ എടുക്കാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലെ വാക്യം ഞാൻ എടുക്കുവാണ്. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യയുടെ ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്കിനെ അറിഞ്ഞു. എനിക്ക് ഈ പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പറയാൻ. ജനം വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. ശ്രദ്ധിച്ചോണം, മോവാബ് മിദ്യാൻ മൂപ്പന്മാരോട് കാള വയലിൽ പുല്ല് നക്കുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. ആ കാലത്ത് മോവാബ് രാജാവ് സിപ്പോറിന്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബയോരിന്റെ മകനായ ബിലാമിനെ വിളിപ്പിച്ചു. അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുമുള്ള പേദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഭൂലോകത്തെ മുടിയിരിക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവെന്ന് ഭൂതലത്തെ മുടിച്ചിരിക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു. നിങ്ങൾ ഓർത്തണം, ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യാത്രയിൽ പല ദേശങ്ങളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഈ യാത്ര. കാര്യം പെറുപെറുപ്പുകാരും ഈ ഭിന്നിപ്പിക്കുന്ന ആൾക്കാരും ഈശക്കാരും പിണക്കക്കാരും അതിൻ്റെ അകത്ത് ദൈവത്തോട് പറ്റിയിരിക്കുന്നവനുണ്ട്. അവന് ഭയങ്കര സ്ട്രെങ്ത് ആകട്ടോ. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ പിടിച്ചു കെട്ടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഈ പെറുപെറുക്കുന്നവനെയും അങ്ങനെ നടക്കുന്നവനെയൊക്കെ പിശാച് നോട്ടയിടുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ തൊടാൻ ഒരു പിശാചിനും കഴിയും. നിങ്ങൾക്കറിയാവോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനമെന്ന് പറഞ്ഞാൽ അടിമകളായിരുന്നു. 430 വർഷം മിസ്രൈമിൽ ഫറവോന്റെ അടിമകളായിരുന്നു. പക്ഷേ ഇവരെ ദൈവം അങ്ങോട്ട് പുറത്തിറക്കി. ഇവന്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. യോശുവയും കാലേബിനെയും പോലെയുള്ള നല്ല ഒന്നാന്തര ആൾക്കാർ എൻ്റെ അകത്തുണ്ട്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർ, കറങ്ങി നടക്കുന്നവരല്ല, ദൈവത്തോട് പറ്റിയിരിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ഇവരുടെ ശ്രുതിയാണ് ശരിക്കും പറഞ്ഞ ദേശത്തോട് പരന്നത്. അപ്പം ഈ മോവാബ് എന്ന് പറയുന്ന ഈ രാജാവ് പറയുകയാണ്, നിങ്ങൾ ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം നോക്കി, അവർ വിളിപ്പിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ഈ ജനം നിങ്ങൾ നോക്കി, മോവാബ് മിദ്യാൻ മൂപ്പന്മാർ ഈ കാള വയലിൽ പുല്ല് നക്കുന്നത് പോലെ ഈ കൂട്ടം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ സകലത്തെയും പിടിച്ചടക്കി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഈ ജനം ഇങ്ങനെ വരുന്നത്. ഇതോർത്താണ് ഇവർക്ക് യുദ്ധ പരിശീലനങ്ങളില്ലാത്ത ജനമാണ്. 430 വർഷം ഫറവോന്റെ ചാട്ടവാട് അടികൊണ്ട് കിടന്ന ജനമാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മോശ മുഖാന്തരം ഇറങ്ങിപ്പൊട്ട ജനത്തെപ്പറ്റി സൈന്യ ബലമുള്ള രാജാക്കന്മാർ പറയുകയാണ്, ഇവർ പശു പുല്ല് നക്കുന്നത് പോലെ എന്ത് ചെയ്യുവാണ്, സ്ഥലത്തെ നക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ആ ഒരു യുദ്ധ സേവകന്മാരില്ല, യുദ്ധവീരന്മാരില്ല, പടയാളികളില്ല, പടക്കോപ്പുകളില്ല. പക്ഷേ എതിരെ നിൽക്കുന്ന ശത്രു വിറയ്ക്കുകയാണ്. എതിരെ നിൽക്കുന്നവൻ വിറയ്ക്കുന്നതിന്റെ കാര്യം, വാക്തത്വമുള്ളവൻ ഭയങ്കര സ്ട്രോങ് ആണ്, തിരിച്ചറിഞ്ഞോണം. നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഈ ബൈബിൾ വചനം എല്ലാം കേട്ട് ആമേൻ പറഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ പിശാച് നിങ്ങളെക്കാൾ പേടിച്ച് വിറച്ചിരിക്കുക. ഇവിടെ നോക്കിക്കേ, ഇവരെന്തെന്നറിയാവോ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു മന്ത്രവാദിയുണ്ട്, ബിലയാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാരെ ആവാഹിച്ച് അല്ലെങ്കിൽ അവന്റെ ശക്തികളിലൂടെ പൈശാചിക മേഖലകളിൽ ആഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിലയാം. അതായത് വേണം ഇങ്ങനെ പറയാം, രാജ്യങ്ങളുടെ മന്ത്രവാദി എന്നാണ് ബിലയാമിനെ അറിയപ്പെട്ടത്. ബിലയാമിന് യഹോവയെ അറിയാം, അതേപോലെ തന്നെ പിശാചിനെ അറിയാം. പിശാചിന്റെ ആത്മാക്കളെ ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിലേക്ക് ശക്തി ആവാഹിച്ച് പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രവാദിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ലോക്കൽ മന്ത്രവാദിയല്ല, രാജ്യങ്ങളിൽ പോയി പല കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തിയുള്ള മന്ത്രവാദിയാണ്. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യുകയാണ്, വിളിപ്പിക്കുകയാണ്. രാജാവ് വിളിച്ചത് പടയാളിനെയല്ല, കൂടോത്രക്കാരനെയാണ്. ശ്രദ്ധിച്ചോണം, ഈ ബിലയാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, അവൻ ബയോരിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്തേക്കും നദീതീരത്തുള്ള പേദോരിലേക്കും ദൂതന്മാരെ അയച്ചു. ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മുടിച്ചിരിക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അപ്പൊ നിസ്സാരക്കാരനാണ് ഒരു രാജാവ്, ഒരു രാജ്യത്തിന്റെ തലവൻ ഒരു മനുഷ്യനോട് പറയുകയാണ്, നീ വന്ന് ശപിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കത്തില്ല അല്ലേ? പക്ഷെ ആ കാലഘട്ടത്തിൽ അവന് ശക്തി ഉണ്ടായിരുന്നു. അവിടുത്തെ വാക്യം നമ്മൾ നോക്കിയേ,
അവൻ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കുന്നുണ്ട്. നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഈ ജനം ബലവാന്മാരാണോ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ബലവാന്മാരാണ്. ആര് പറയുകയാണ്? അന്യദേശക്കാരിലെ ജാതികളിലെ രാജാക്കന്മാർ പറയുകയാണ് ഇവർ ബലവാന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അവരെ തോൽപ്പിച്ച് ഈ ദേശത്ത് നിന്നും ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിവുണ്ടായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവന് അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പറയുകയാണ് ഇവരെ ഓടിക്കുവാൻ നിന്നെ കൊണ്ട് പറ്റും. കാരണം നീ ഒരുത്തനെ അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, നീ ഒരുത്തനെ ശപിച്ചാൽ അവൻ ശപിക്കപ്പെടുമെന്ന് എനിക്കറിയാമെന്ന് രാജാവ് പറയുക. കണ്ടോ? അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പടക്കോപ്പുകളില്ല, പടയാളികളില്ല, അവർക്ക് പടച്ചട്ടയില്ല, യുദ്ധത്തിനുള്ള സാമഗ്രികളില്ല, അവർക്ക് വാളില്ല, പരിചയമില്ല. പക്ഷെ അവരെ കണ്ട് ദേശങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ജനത്തോട് ദൈവം പറഞ്ഞു, യഹോവയുടെ വചനത്തെ മുറുകെ പിടിക്കുക, നീ വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുക, നിന്റെ അവകാശമാണത്. ഈ ഒറ്റ ഉറപ്പിന്മേൽ അവർ മുന്നോട്ട് പോകുമ്പോൾ, ആ ഒറ്റ വചനത്തെ അവർ വിശ്വസിക്കുമ്പോൾ, ആ ഒറ്റ വചനം എന്ത് ചെയ്യുന്നറിയാവോ? ഇവർക്കെതിരായി വരുന്ന എല്ലാത്തിനെയും ജയിക്കുവാൻ ശക്തി വ്യാപകം. അതാണ് വചനത്തിന്റെ ശക്തി. നിങ്ങൾ വചനത്തെ വിശ്വസിച്ചാൽ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടും മടങ്ങിയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവരുടെ മുമ്പിൽ ഇവരെന്തിനാ പുറപ്പെടുന്നത്? ഇവർ ചുമ്മാ മിസ്രൈമിൽ നിന്ന് കള്ളവണ്ടി കയറി ഓടി രക്ഷപ്പെടുവല്ല. ഇവരോട് ദൈവം പറഞ്ഞു നല്ലതും മനോഹരമായ ഒരു കനാൻ ദേശം. ഇത് ദൈവം പറഞ്ഞ വചനവാ. ഇത് മുറുക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങിയ ജനത്തിനെതിരെ വരുന്ന സകല രാജാക്കന്മാരും പറയുകയാണ്, ഒരു പശു വയലിൽ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം എല്ലാവരെയും നക്കിക്കളയുക. യുദ്ധവീരന്മാരായ രാജാക്കന്മാർ പറയും, നിങ്ങൾക്കറിയാവോ അനാക്യ മല്ലന്മാരവിടെയുണ്ട്, വലിയ മല്ലന്മാരവിടെയുണ്ട്. ഇവന്മാരെല്ലാം പറയുകയാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് വാഗ്ദത്തം വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ ഒരു പിശാചിനും പിടിച്ചു നിൽക്കാം. അപ്പോൾ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ വഴി നടക്കുമ്പോൾ സംസാരിക്കണം, നീ എണീക്കുമ്പോൾ വചനം സംസാരിക്കണം, നീ കിടക്കുമ്പോൾ വചനം സംസാരിക്കണം, നീ അവയെപ്പറ്റി സംസാരിക്കണം, നിന്റെ തലമുറകളെ പഠിപ്പിക്കണം. എന്നെ പഠിപ്പിക്കണം എന്നറിയാവോ? നിന്റെ വാഗ്ദത്തം നിനക്കുള്ളതാണ്. ഇങ്ങനെ വിശ്വസിക്കണം. അല്ലാതെ ബൈബിള് പ്രാർത്ഥനയ്ക്ക് പോകുന്നവൻ, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, എനിക്കൊരു അത്ഭുതം കിട്ടണം ബ്രദറെ എന്ന് പറഞ്ഞ് വരുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കത്തില്ല. സഹോദര സഹോദരി, പറയണം അത്ഭുതം എൻ്റെ അവകാശമാണ്, യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അവകാശമാണ് അത്ഭുതം. ഞാൻ ചിന്തിച്ചോട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പറയുകയാണ്, ഓ കനാൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ വരുന്നവനെല്ലാം മരുഭൂമിയിൽ അവിടെ സർപ്പത്തിന്റെ കടിയേറ്റ് നിലത്ത് കൊണ്ടിട്ടുണ്ട്. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞ വാക്യമുണ്ട്, അവൻ നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അത് തരുവാൻ ശക്തനാണ് ദൈവം. ഇങ്ങനെ പറഞ്ഞവൻ അകത്ത് കയറി, അല്ലാത്തവനെല്ലാം മരുഭൂമി കടന്നു തീർന്നു. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ സന്നിധിയിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നമ്മൾ വചനം എപ്പോഴും ഉപയോഗിക്കേണ്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ കരയുന്നവരല്ല വിശ്വാസി. ഒരു പ്രശ്നം വരുമ്പോൾ ആ വചനം എടുത്ത് ഉപയോഗിക്കുവാൻ പഠിക്കണം. അപ്പോൾ വചനം എങ്ങനെയാണ് ഒരു വ്യക്തി ഉപയോഗിക്കുവാൻ പഠിക്കുന്നത്? ഒരു വ്യക്തി വചനം ഉപയോഗിക്കാൻ പഠിക്കുന്നത് എങ്ങനെ ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം ഈ ആഭിചാരത്തെയും ദുർമന്ത്രവാദത്തെയൊക്കെ ഭയപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ വചനം. അപ്പം ബിലയാമിനെ എന്ത് ചെയ്യുന്നു? ബിലയാമിനെ അവരിറക്കി. കുറേ കാശ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും മുടക്കി മനുഷ്യനെ ഇറക്കി. ഇനി ശ്രദ്ധിച്ചോണം, ഇനി ആവർത്തന പുസ്തകത്തിൽ 23-ാം വാക്യത്തിന്റെ ആവർത്തന 23-3 ഞാൻ വായിക്കുവാണേ. ഒരു അമാന്യനോ മോവാബ്യവനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറ ഒരു നാളും. അപ്പൊ 4-ാമത്തെ വാക്യം വരെ കേട്ടോണേ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവൻ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്നെതിരേൽക്കുന്നത് കൊണ്ട് നിന്നെ ശപിപ്പാൻ അവൻ മെസൊപ്പൊട്ടേമിയയിലെ പൈരോദിന്റെ ബെരയാമിന്റെ മകനായ ബിലയോമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അപ്പൊ യഹോവ മോശയോട് അരുളിപ്പാട് പറയുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വലിയ പുള്ളി ഇറക്കിയേക്കുക. അതായത് രാജ്യങ്ങളിൽ പോയി കൂടോത്രം ചെയ്യാൻ ശക്തിയുള്ള ബിലയാമിനെ അവരെന്ത് ചെയ്തിരിക്കുവാണ്? അവർ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ദൈവം മോശയോട് പറയുകയാണ്, മോശെ നീ കേട്ടോണം, വലിയ പുള്ളീനെ ഇറക്കിയിരിക്കുക. ഒരു ദേശത്തെ ഒരു രാജ്യത്തെ ശപിക്കുവാനും ദേശത്തെ അനുഗ്രഹിക്കുവാനും കഴിവുള്ള ഒരു മന്ത്രവാദി. ഇവനെ ഇറക്കിയിട്ട് പറയുകയാണ്, ബെരോമിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, എന്നാൽ
അഞ്ചാമത്തെ വാക്യം നോക്കണം. എന്നാൽ ശ്രദ്ധിച്ചോണം, എന്നാൽ ഈ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യങ്ങളാണ് ചില താഴേക്ക് ഇനി വരാൻ പോകുന്നത്. എന്നാൽ ബിലയാമിന് ചെവി കൊടുക്കുവാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. അതിന്റെ കാരണം എന്നറിയോ? വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവം നിൽക്കും എന്നുള്ള തെളിവാണ്. തമ്പുരാൻ പറയുകയാണ്, എനിക്ക് ബിലയാമിന് ചെവി കൊടുക്കാൻ മനസ്സില്ല മോശെ. കാരണം എന്തെന്നറിയാവോ? ബിലയാം നിന്നെ ശപിക്കാൻ വേണ്ടി വരുമ്പോൾ കനാൻ ദൈവം എന്നോട് പറഞ്ഞ് അതവരോട് ഓടി ഇറങ്ങിയ ഒരു ജനമുണ്ട്. കർത്താവിനെ കണ്ട് അവർക്കറിയാം പിടിച്ചടക്കാൻ പറ്റാത്ത വലിയ ഒരു പട്ടണമാണ് ഞങ്ങളുടെ മുമ്പിൽ ഉള്ളതെങ്കിലും എൻ്റെ ദൈവം അത് തരുമെന്ന് യോശുവ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, മോശ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപത്തെ നിനക്ക് അനുഗ്രഹമായി തീരും. ശ്രദ്ധിച്ചോണം, ആകയാൽ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ സമാധാനത്തിന് ഗുണത്തിന് വേണ്ടി നീ ചിന്തിക്കരുത്. ശ്രദ്ധിച്ചോണം, നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം യഹോവ ആ ശാപത്തെ നിനക്ക് അനുഗ്രഹമാക്കും. കണ്ടോണം, അതായത് അവന്റെ മന്ത്രവാദത്തെ നിനക്ക് അനുഗ്രഹമാക്കി തീരും. അപ്പോൾ ഒരു വിശ്വാസി ആഭിചാരക്കാരനെ കാണാൻ മുട്ടിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരൊറ്റ വചനം പറഞ്ഞാൽ മതി. അവന്റെ കൂടോത്രത്തെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും, അവന്റെ ശാപത്തെ എനിക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റും. കാര്യം എൻ്റെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. വചനം പറയുകയാണ്, യഹോവ നിന്റെ ദൈവമായ യഹോവ ശാപത്തെ നിനക്ക് അനുഗ്രഹമാക്കി തരും. ഒന്നും എൻ്റെ കൂടെ പറഞ്ഞ്, പിശാചിന്റെ ശാപത്തെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും എന്ന് പറ. അതിന്റെ ശാപത്തെ ദൈവം എനിക്ക് ആമേൻ. അപ്പൊ ഇനി ആരെങ്കിലും കൂടോത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, കൂടോത്രത്തെ ചെയ്തു എന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഈ ഒറ്റ വാക്യം പറഞ്ഞാൽ മതി, നിന്റെ കൂടോത്രത്തെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തരുമെന്ന് പറഞ്ഞു. നീ കൂടോത്രം ചെയ്ത് മുടിയുന്നതല്ലാതെ എനിക്കൊന്നും ഏക്കത്തില്ല. കാരണം എനിക്ക് ദൈവം വചനം കൊണ്ടൊരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ഈ വചനമുള്ളിടത്തോളം കാലം ഒരു ആഭിചാരവും നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് ഈ വചനം കാണാപ്പാടം, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കാണാപ്പാടവും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണാപ്പാടം പഠിക്കുന്നത് അറിവല്ല കേട്ടോ, കാണാപ്പാടം പഠിക്കുന്നത് അറിവല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു ഹിന്ദി എനിക്ക് അറിയത്തില്ല, പക്ഷെ ഹിന്ദി സോങ് 100 പ്രാവശ്യം കേട്ടാൽ 101ാമത്തെ പ്രാവശ്യം ഞാൻ ഹിന്ദി പാട്ട് പാടും. ആ ഹിന്ദി പാട്ടിന്റെ അർത്ഥം ചോദിച്ചാൽ ഞാൻ ഇരുന്ന് എന്ത് ചെയ്യും? മുഴുവൻ പാടി കേൾപ്പിക്കും, കാണാപ്പാടം പാടി കേൾപ്പിക്കും. പക്ഷെ അതിന്റെ അർത്ഥം എനിക്ക് പറയാൻ അറിയത്തില്ല. അർത്ഥം അറിയണം, ബൈബിളിന്റെ അർത്ഥം അറിയണം. ബൈബിളിന്റെ അർത്ഥം അറിയുമ്പോൾ മാത്രമേ ബൈബിൾ വചനം ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് പറയും. നിങ്ങൾ പറയും, ബ്രദറേക്കാളും വചനം എനിക്കറിയാം. സത്യമാണ്, എനിക്ക് അവരെക്കാളൊക്കെ വചനം പറയുമ്പോൾ ഞാൻ പോകാത്ത പ്രാർത്ഥനയില്ല, ഞാൻ കേൾക്കാത്ത പ്രസംഗമില്ല. രാവിലെ യൂട്യൂബ് തുറന്ന വൈകുന്നേരം യൂട്യൂബ് കത്തിപ്പോയാലും എൻ്റെ വചന കേൾവി നിൽക്കത്തില്ല. ഉള്ള ചാനലിൽ മൊത്തം ഇരുന്ന് ഞാൻ വചനം കേൾക്കും, പക്ഷേ എനിക്കൊരു വിടുതലില്ല ബ്രദർ. അതിൻ്റെ കാരണം നിങ്ങൾ കാണാപ്പാടം പഠിച്ച ലിസ്റ്റിൽ കിടക്കുക. നിങ്ങളെ കുറ്റം പറയുമല്ലോ കേട്ടോ, നിങ്ങൾ അറിവിലേക്ക് കയറണം. എന്താണ് അറിവ്? ഞാൻ പറഞ്ഞുതരാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം കാണാപ്പാടം പഠിച്ചുതരാം. യഹോവ അവരോട് പറഞ്ഞു, ഞാൻ നിനക്ക് നല്ലതും, ഉൽപ്പത്തി പുറപ്പാട് ദിവസം 4-ാം അധ്യായം, ഞാൻ നിങ്ങളുടെ മിസ്രൈമിലെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ട് ഊഴി വിചാരം നൃത്തമുള്ള അവരുടെ കഷ്ടത ഞാൻ കണ്ടു. അവരെ വിടിവിപ്പാൻ അവർക്ക് നല്ലതും മനോഹരമായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കൊടുക്കാൻ വേണ്ടി വന്നു. ഇത് കേട്ട ഉടനെ ജനത്തിനെല്ലാം സന്തോഷം. ആദ്യം ഇച്ചിരി എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും മോശം അവരെ കൺവിൻസ് ചെയ്തു. ഓക്കെ, ഇവർ പുറപ്പെട്ട്, അപ്പൊ ഇവരുടെ മനസ്സിൽ മൊത്തം എന്തുണ്ട്? നല്ലതും മനോഹരമായ, ആ വാക്കൊന്നും കേട്ടിട്ട് പോലുമില്ല. 430 വർഷമായിട്ട് അടിമകളാ. 3:8 പുറപ്പാട് 3:8. അപ്പൊ ഇവർക്ക് ഇതൊന്നും കേട്ട് പരിചയമൊന്നുമില്ല. പറവോന്റെ എച്ചിപ്പാത്രം എല്ലാം കഴുകി നിന്നുള്ള ജനമാണ് ഇവര്. അവിടെ വയലിൽ ഇഷ്ടിയക്കട്ടയൊക്കെ ജോലി ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇവര് പുറപ്പെട്ട് ഇറങ്ങിയപ്പോൾ നല്ലതും മനോഹരം എന്നുള്ളത് കാണാപ്പാടം പഠിച്ചേ. നല്ലതും മനോഹരമായ ദേശം. ഇതിങ്ങനെ പാട്ടൊക്കെ പാടി സ്വോത്രമൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ആരോ പുറകിന്ന് പറഞ്ഞു, ദേ തിരിഞ്ഞു നോക്കിക്കേ, പറവോൻ വലിയ മസിലും ഒക്കെ ആയിട്ട് യുദ്ധത്തിന് വേണ്ടി വാളും പരിചയക്കെട്ട്. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ? അവിടെ കാണാപ്പാടം പഠിച്ചവന്റെ എല്ലാം രാവിലെ മുതൽ വചനം കേട്ട് വചനമെല്ലാം കാണാപ്പാടം പഠിച്ചവന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയിട്ട് പറയുകയാണ്. കാണാപ്പാടം പഠിച്ചവൻ പറയുകയാണ്, മോശേ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ, അവിടെ മിസ്രൈമിൽ ശവക്കല്ലറകൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ എടുത്തുകൊണ്ട് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? കണ്ടോ,
ഉടനെ എന്ത് ചെയ്തു? കാണാപ്പാഠം പഠിച്ചവൻ എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കേട്ട വചനം അറിവായി മാറിയ മോശ ഒരു വാക്ക് പറഞ്ഞു, ഇന്ന് കണ്ടത് നീ കണ്ടു, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ല. കണ്ടോ? അതിന്റെ കാരണം എന്നറിയാവോ? എടാ, ഞാൻ കാണാപ്പാഠം പഠിച്ചവനല്ല, ഞാൻ പഠിച്ച വചനത്തിലൊരു അറിവുണ്ട്. എന്നെ ഇറക്കിയ ദൈവം അത് കാണിപ്പാൻ ശക്തനായവനാണ്. ഈ അറിവിൽ നിന്ന് മാറിപ്പോരുത്. ഈ അറിവ് നിങ്ങളുടെ അകത്തുനിന്ന് മാറിപ്പോരുത്. ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനം കേട്ട് വിശ്വസിക്കുന്നവൻ അത് വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഈ വചനം കാണാപ്പാഠം പഠിക്കരുത്. ഈ വചനം ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് കാണാപ്പാഠം പഠിച്ചവൻ മുട്ടിടിച്ച് ഫറവോന്റെ മസിൽ കണ്ടപ്പോൾ അവിടെ ധൈര്യമെല്ലാം ചോർന്നു പോയപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇവിടെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തു തരുവാൻ ശക്തനായവനാണ്. ആമേൻ. അപ്പോൾ വചനത്തിന്റെ അറിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അറിവെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾക്കറിയാം ഈ വചനം ഇതിൻ്റെ സൊല്യൂഷനാണ്. പ്രതിസന്ധികൾ വന്നാലും വചനം അത് മുഴുവൻ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയാ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഹോർമോണിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈ സമയത്ത് രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയ രോഗസൗഖ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നൊരു കാഴ്ച, ഈ കൈയുടെ അവിടെ ഈ വലിയൊരു തടിപ്പ് പോലെ നിൽക്കുന്ന ഒരു വ്യക്തി, നീര് പോലെ കാഴ്ച തോന്നുമെങ്കിലും ഒരു തടിപ്പ് പോലെ നിൽക്കുന്ന ഒരു സഹോദരിയുടെ കരത്തിൻ്റെ മേലേക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ഇന്ന് വ്യാപരിക്കുന്ന ഒരു കാഴ്ച കർത്താവിൻ്റെ പറയും. ഇതിന് ശേഷം അത്ഭുത സാക്ഷി നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്ത് ഈ നിമിഷം സാക്ഷിയുള്ളവർക്ക് ഞാൻ ഇടയ്ക്ക് ചോദിക്കും. രോഗസൗഖ്യം ലഭിച്ചവർക്ക് ഇടയ്ക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട്. ഇതിനകത്ത് എനിക്ക് നടന്നുകൊണ്ടിരിക്കുക, അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിന്നും എന്നെ കാണുന്ന ഒരു കാഴ്ച, ഞാനൊരു ഒരു ഒരു വ്യക്തിയെ ഇങ്ങനെ കർത്താവ് എന്നെ കാണിക്കുക, ഒരു വല്ലാത്തൊരു ഭയത്തിൻ്റെ അകത്ത് ഭയപ്പെട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി, ആ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഭയപ്പെട്ട് ആ വ്യക്തി പലപ്പോഴും പറഞ്ഞു, നിന്നെ ഞാൻ വാഴിക്കത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണും. നിന്നെ വാഴിക്കത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ ഞാൻ വാഴിക്കത്തില്ല എന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു കേൾവി കേൾക്കുന്ന ഒരു കുടുംബം എന്നെ കേൾക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ കാണും, ആ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നുകൊണ്ടാണ് ഈ വ്യക്തി ഇത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വീട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഞാൻ കാണുന്ന ഒരു പെൺമകളുണ്ട്. ഈ കുടുംബത്തിലൊരു പെൺമകളെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ അതേപോലെ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ പ്ലാവ്, ഈ കേൾക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് മുൻവശത്തായിട്ട് തന്നെ ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു വീടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബത്തെ എന്നെ കാണുകയാണ്. എന്നെ കർത്താവിനെ പറയുകയാണ്, ആ കുടുംബത്തെ നോക്കി ഇനി ഭാരപ്പെടേണ്ട കേട്ടോ, ആ കുടുംബത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയ പ്ലാൻ വരികയാണ്. അവൻ്റെ ഒരു ശാപവും ഏക്കത്തില്ല. ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ഷമ പറയുന്ന രീതിയിൽ കർത്താവ് ഇന്ന് ആ വ്യക്തിയോട് ഇടപെടാൻ പോവുകയെന്ന് ദൈവാത്മാവോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആഭിചാരക്കാരനെ ഭയപ്പെടരുത്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ലെന്ന് വചനമുണ്ടെങ്കിൽ ഒരു ശാപവും ഒരു മന്ത്രവും എൻ്റെ മേൽ ഫലിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഇപ്പം ആ സഹോദരി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാഴ്ച കാണും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കും. നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു റെഡ് കളറിൽ പോലെ ഇരിക്കുന്ന ഒരു മിക്സി അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ അടയാളവുമായി ബന്ധപ്പെട്ട് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അത്ഭുതകരമായൊരു വിടുതലിനെ ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഉറപ്പിച്ചു. കർത്താവ് അത് അത്ഭുതമായി തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകണം. ഇനി ഭയപ്പെടേണ്ട, ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആമേൻ. അപ്പോൾ ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ്, ആഭിചാരം, അതായത് ഈ മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് പറയണം, നിന്റെ ബിലയാമിൻ്റെ ശാപത്തെ ഞാൻ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഇതെന്തുവോ ദൈവം ഇങ്ങനെ, കാരണം ഇവൻ്റെ അകത്തിരിക്കുന്ന എന്നറിയോ, ഞാൻ കനാനിലേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ കനാൻ ദേശത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന എനിക്കെതിരെ വരുന്ന ബിലയാമിന്റെ കാര്യം ആര് നോക്കും? നിങ്ങൾ പറ, ആര് നോക്കും? ബിലയാം മന്ത്രവാദിയാ. ഇവനെ ഡീൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണ്ട? മോശെ നീ പോകണ്ട, നീ കനാൻ വിശ്വസിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏറ്റോളാം. ശ്രദ്ധിച്ചു നോക്കി, കനാൻ വിശ്വസിച്ചവൻ മന്ത്രവാദിയെ പേടിക്കേണ്ട കാര്യം.
നിങ്ങൾ പിശാചിനെ ഓടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ വചനം വിശ്വസിച്ചാൽ മതി. നമ്മളിപ്പോൾ നേരെ തിരിച്ച ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദുഷ്ടൻ്റെ പോരുകളും ശക്തികളും ഒക്കെ എനിക്കെതിരെ ഇങ്ങനെ തുള്ളി നിൽക്കുക. എൻ്റെ പൊന്നു സഹോദരി, വചനം വിശ്വസിച്ചാൽ ദൈവം ബാക്കി നോക്കും. തെളിവ് ഞാൻ പറയാം. ഇവിടെ ബിലയാം വന്നപ്പോൾ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി തരാം. മോശേ എന്നാ ചെയ്യും നമ്മൾ? ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം എന്താ പറയുക, നമുക്ക് കാര്യം കനാൻ അവകാശം ഉണ്ടെങ്കിലും വഴിമധ്യ ദുർമന്ത്രവാദി നിൽക്കുക. ബിലയാം രാജാക്കന്മാർ നല്ല ഒന്നാന്തരം കാശ് മുടക്കിയിട്ടാണ് അവനെ ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ ദൈവം താടിക്ക് കൈ കൊടുത്തോണ്ട് മോശയോട് പറയും, മോശ നമ്മൾ എന്നാ ചെയ്യും മോശെ? എന്നല്ല, മോശെ അവൻ്റെ ശാപത്തെ നിനക്ക് ഞാൻ അനുഗ്രഹമാക്കി തരും. എൻ്റെ അർത്ഥം, ഇനി അവൻ എത്ര മന്ത്രവാദി ഇറക്കിയാലും നിന്റെ ഉള്ളിൽ കനാൻ അവകാശമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഉറപ്പിച്ചോ, നിന്നെ അവിടെ കയറ്റിയിരിക്കും. ബൈബിളിൽ വാക്യമുണ്ട്, നീ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ നിന്നെ വിടുവിച്ചിരിക്കും. യോശുവയും കാലേബും എന്നോട് പറ്റിയിരുന്നുകൊണ്ട് ഞാൻ അവരെ ആ കനാൻ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിരോധമായി എന്ത് വന്നാലും അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വിരോധമായിട്ടുള്ളതിനെയൊക്കെ ഞാൻ എന്ത് ചെയ്തോളും? മാറ്റിക്കോളും. ആമേൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം നമ്മൾ കേൾക്കുമ്പം നിങ്ങൾ ആ വചനത്തെ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരണം. അറിവിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അറിവ്. അത് ഞാൻ രോഗസൗഖ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സൗഖ്യമാണ് എൻ്റെ അവകാശം, രോഗമല്ല. അപ്പം രോഗം എന്താണ്? രോഗം എൻ്റെ ശരീരത്തിൽ അനധികൃതമായി വരുന്നതാണ്. ഞാൻ രോഗത്തിനല്ല അവകാശി, സൗഖ്യത്തിനാണ് അവകാശി. യേശുവിൽ വിശ്വസിക്കുന്നവന് രോഗം അവകാശമല്ല. ഞാനൊരു വാക്യം ഒന്ന് എടുത്തിട്ട് നമുക്കിതിലേക്ക് തന്നെ മടങ്ങി വരാം, സമയം പറക്കുന്നു. ഒരു വാക്യം ഞാൻ പെട്ടെന്ന് എടുക്കാം. ആ വാക്യം എന്ന് ഞാനൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. 103 സങ്കീർത്തനം. ഞാൻ ആ വാക്യം നിങ്ങൾക്കൊന്ന് എടുത്തു തരാം. 103 സങ്കീർത്തനം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 103 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം പോലെ നോക്കിയാണേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കല്ല്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിപ്പിച്ച് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ്. സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. ഇതിൻ്റെ അർത്ഥം ബ്രദറെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ചില രോഗങ്ങൾ ചില വരത്തില്ല, ചില രോഗം മാറും, ചില രോഗം മാറത്തില്ല. ബൈബിൾ എന്നാ പറഞ്ഞേക്കുന്നത്? എൻ്റെ കൂടെ ഇന്ന് മലയാളം അറിയാവുന്നവരെല്ലാം ഒന്ന് ഉറക്കെ വായിച്ച് വായിച്ച് സകല രോഗത്തെയും സൗഖ്യമാക്കും. സകല രോഗത്തെയും സൗഖ്യമാക്കും. സകല രോഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ രോഗത്തെ അവൻ സൗഖ്യമാക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മുഴുവൻ രോഗത്തെ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അതുകൊണ്ട് ഹു ഹീൽസ് ഓൾ യുവർ ഡിസീസ് എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ സകല രോഗത്തെ, ഓൾ യുവർ ഡിസീസസ്, നിങ്ങളുടെ സകല രോഗത്തെ. ഇത് വാക്തത്വമാണ്. നിങ്ങളുടെ അകത്ത് അറിവ് കയറണം. പാരസിറ്റാമോൾ കഴിച്ചാൽ തലവേദന മാറുമെങ്കിൽ യേശുവിൻ്റെ തിരുമുറിവിനാൽ രോഗം മാറിയിരിക്കും. ഇത് നിങ്ങളുടെ അകത്തേക്ക് അറിവായി പ്രവേശിക്കട്ടെ, അറിവായി പ്രവേശിക്കട്ടെ. ഇതാണ് കാണാപ്പാഠം പഠിച്ച ബ്രദറെ, എനിക്കറിയാം ബ്രദറെ, വചനമൊക്കെ എനിക്ക് അറിയാം ബ്രദറെ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ബ്രദറെ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ബ്രദറെ. കാണാപ്പാഠമല്ല കേട്ടോ, അറിവ്. അറിവെന്ന് പറഞ്ഞാൽ ഈ വചന യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ കാരണത്തെ ദൈവം മാറ്റും. രോഗത്തെ ഞാൻ പറഞ്ഞില്ലേ, ബിലയാമിനെ മോശ ഓടിക്കാൻ നിൽക്കണ്ട. മോശ വടിയും കമ്പുമായിട്ടും ബിലയാമിനെ ഓടിക്കാൻ പോകണ്ട. ബിലയാം ശപിക്കുന്ന സമയത്ത് മോശ നീ പ്രത്യേകം പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. മോശ പറയുക, മിസ്രൈം ജനമേ കേൾക്കുക, ബിലയാം നമ്മളെ ശപിക്കാൻ വേണ്ടി വരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കാം. അവൻ്റെ ശാപം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് അയക്കാം. വേണ്ട, നീ കനാൻ അവകാശമാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് കനാൻ പിടിച്ചടക്കാൻ വേണ്ടിയാ. എൻ്റെ ദൈവം എനിക്ക് അവകാശമായി കനാൻ തരും. നീ നടക്കുമ്പോൾ പറയണം കനാൻ എൻ്റെ അവകാശമാണ്. നീ വഴി നടക്കുമ്പോൾ പറയണം കനാൻ എൻ്റെ അവകാശമാണ്. നീ എണീക്കും പറയണം കനാൻ എൻ്റെ അവകാശമാണ്. പാലും തേനും ഒഴുകുന്ന ദേശം എൻ്റെ അവകാശമാണ്. അപ്പം നടുവിൽ വരുന്ന മന്ത്രവാദിയുടെ കാര്യം ആര് നോക്കിക്കോളും? നീ നോക്കണ്ട, ദൈവം നോക്കിക്കോളും. നീ നോക്കേണ്ടത്, നിന്റെ ശ്രദ്ധ മാറരുത്. നിന്റെ ശ്രദ്ധ കനാൻ എൻ്റെ അവകാശമാണ്. അപ്പം യഹോവ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ബ്രദറെ, രോഗത്തിൻ്റെ കാരണം എന്നാ ബ്രദറെ?
അത് നമ്മൾ തപ്പിപ്പോകേണ്ട കേട്ടോ. എങ്ങനെ സൗഖ്യമാവും ബ്രദറെ അതറിയേണ്ട കാര്യമില്ല കേട്ടോ. അത് എങ്ങനെയാണ് ബ്രദർ ഈ അത്ഭുതം നടക്കുന്നത് അതെനിക്ക് അറിയേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്നാ അറിയേണ്ടത്? യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം എനിക്ക് അവകാശമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം എനിക്ക് അവകാശമാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സൗഖ്യത്തിനുള്ള, അല്ലെങ്കിൽ ഇതാണ് അറിവ്. ഇത് കാണാപ്പാഠം പഠിച്ചുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. ഇത് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ രോഗം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രാർത്ഥനയും വചനം തമ്മിൽ വ്യത്യാസം എന്തുവാ? നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എന്തുവാ? കർത്താവേ എൻ്റെ രോഗം മാറ്റണം കർത്താവേ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എൻ്റെ ചിന്തയിൽ ഞാൻ ഈ രോഗം വരുമ്പോൾ ദൈവത്തോട് പറയുന്നു, ദൈവത്തിന് മനസ്സ് തോന്നിയിട്ട് ഇറങ്ങി വന്നിട്ട് ദൈവം പറയുകയാണ് എന്നാൽ നീ സൗഖ്യമാട്ടെ എന്ന ചിന്തയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല, രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. രോഗം വരുമ്പോൾ വചനം പറയണം. എന്തിനാ ഈ വചനം പറയുന്നത്? ആ അറിഞ്ഞ അറിവിനെ ആ രോഗത്തിൻ്റെ മേൽ ഉപയോഗിക്കണം. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എത്ര പുസ്തകം കാണാപ്പാഠം പഠിച്ചു എന്നല്ല അവർ ചോദിക്കുന്നതാണോ? 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ ലഭിച്ചിട്ട് നിങ്ങളെ കൊണ്ടത് പരീക്ഷാ ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് ഉടനെ ടീച്ചർ വന്നിട്ട് എല്ലാവരും ഒന്ന് എണീറ്റ് നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങൾ പഠിച്ചു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളം, ഇംഗ്ലീഷ്, ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നല്ലോ അവർ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യൻസിന് ആരാണോ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് അവർക്ക് എന്തുണ്ടാവും? പഠിച്ചവരാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ രോഗം വരുമ്പോൾ നിങ്ങളുടെ അറിവ് ഉപയോഗിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാതെ നിങ്ങളുടെ അറിവിനെ ഉപയോഗിക്കണം. അപ്പം എന്താ പ്രാർത്ഥന? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഡീപ്പ് റിലേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രാർത്ഥന. ഞാൻ പലതവണ പ്രാർത്ഥനയെ പറ്റി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചോളാം, നീ വഴി നടക്കുമ്പോൾ എന്താ പറയുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാനല്ല പറയുന്നത്. നീ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും നീ ഇരിക്കുമ്പോഴും ഈ വചനത്തെ പറ്റി സംസാരിക്കണം. ആവർത്തന പുസ്തകത്തിലെ വാക്യം നോക്കിക്കേ, നിങ്ങൾ നോക്കിയേ. നീ വഴി നടക്കുമ്പോൾ, നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അവയെ പറ്റി സംസാരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയണം. നിങ്ങൾ അറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. അറിവാണ്. ഈ കാണാപ്പാഠം പഠിക്കുന്നതിന് കുറച്ചുകൂടെ ഞാൻ ഈ അറിവെന്ന് പറയുന്ന പോലെ വേറെന്തെങ്കിലും വാക്കുണ്ടോ? അറിയാവുന്നവരെന്ന് പറഞ്ഞ്. മനപ്പാഠം. ജ്ഞാനെന്നുള്ളത് രണ്ടാണ്. ജ്ഞാനെന്നുള്ളത് അറിവിൻ്റെ അകത്ത് വരുന്ന, മനപ്പാഠമാക്കുന്നതും ജ്ഞാനമാക്കുന്നതും രണ്ടാണ്. മനപ്പാഠം തത്തമ്മയ്ക്കും പറ്റും, കുയിലിനും പറ്റും, മയിലിനും പറ്റും മനപ്പാഠം പഠിക്കാൻ. പക്ഷെ അത് അറിവാക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് കയറേണ്ടത് അറിവാണ്, സൊല്യൂഷനാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ വിഷയം വരുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ അകത്ത് കയറിയേക്കുന്നത് മനപ്പാഠമാണ്. അതുകൊണ്ടാണ് മനപ്പാഠത്തിന് എന്നെ കുഴപ്പമെന്നറിയാവോ? മനപ്പാഠം എന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മനപ്പാഠം പഠിച്ചൊരു വ്യക്തിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അവനത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ക്വസ്റ്റ്യൻ വരുമ്പം ആ മനപ്പാഠം പഠിച്ചതിൻ്റെ അർത്ഥവും അറിയത്തില്ല, ക്വസ്റ്റ്യനും അറിയാത്തതുകൊണ്ടാണല്ലോ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തത്. പക്ഷെ അറിവായവന് ഇത് സംഭവം എന്നാണെന്നറിയോ? നമ്മൾ ചിലപ്പോൾ കണ്ട ചില ആൾക്കാർ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ചില പ്രതിഭാസങ്ങൾ ലോകത്തിൽ സംഭവിക്കുമ്പോൾ അറിവുള്ളവർ പറയത്തില്ല ഇതെന്താ സംഭവം. നമ്മൾ ചിലപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് ഇതെന്തുവാ സംഭവം ചിലർ കമൻറ്റ് ചെയ്യും. ഉടനെ അറിവുള്ളവൻ പറയും ഇത് ഇന്ന പ്രതിഭാസമാണ്. കണ്ടോ, അവനതെന്തുകൊണ്ട്? അവൻ പഠിച്ചത് അവന് കറക്റ്റ് സമയത്ത് ആ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചപ്പോൾ അവൻ്റെ അറിവിനെ അവൻ റിലീസ് ചെയ്തു. അവൻ കാണാപ്പാഠം പഠിച്ചവനാണെങ്കിൽ അവനും പറയുന്നത് എന്താ എനിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്, എന്തുവാണോ ഇതാണ് വ്യത്യാസം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? ഇതാണ് മിസ്രൈമിലെ പുറപ്പെട്ട ജനത്തെ പറ്റി എന്ത് ചെയ്തു? അവിടെ ദൈവം ജനത്തോട് നിങ്ങൾ അവരെ പഠിപ്പിക്കണം, ഉപദേശിച്ചു പഠിപ്പിക്കണം. നിന്റെ അവകാശത്തിൽ മേലാണ് നീ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പതറിപ്പോകാതെ, അവർക്ക് നമ്മളെപ്പോലെ സംശയങ്ങളൊക്കെ വരുമെന്നേ, പക്ഷേ സംശയം വെച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ അയൽവക്കക്കാരനെ എടുത്തില്ലെങ്കിൽ അത് യഹൂദനാണ്, അവിടെ ഞാൻ പറയട്ടെ നീ എന്തിനെ പേടിക്കുക, നമ്മുടെ അവകാശമല്ലേ ഇത്. അവൻ തളർന്നു പോകാൻ മറ്റവൻ പറയട്ടെ നമ്മുടെ അവകാശമായത്. കണ്ടോ? പക്ഷെ ഇതാണ് സഭകളിൽ സംഭവിക്കുന്നത്. പക്ഷെ സഭകളിൽ നേരെ തിരിച്ചൊരു പ്രശ്നം വരുമ്പോഴേക്കും എന്നാ ചെയ്യാനല്ലേ, പിശാച് ഇങ്ങനെ ഇട്ട് നമ്മളെ എല്ലാം ഇട്ട് കറക്കുക. കണ്ട് അവൻ്റെ അറിവിൻ്റെ അകത്ത് കയറിയത് നിങ്ങളെ മുഴുവൻ കറക്കുന്ന ആളാണ് പിശാച്. പക്ഷെ ബൈബിൾ പറയുന്നത് പാമ്പുകളെയും തെളികളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ളവരാണ് നിങ്ങൾ. നമ്മൾ നേരെ തിരിഞ്ഞുപോയി.
നമുക്ക് വചനം അറിയാം, ലൂക്കോസ് 10:19 അറിയാം, പക്ഷെ നമ്മുടെ അറിവെന്നറിയാവോ? ബ്രദറെ, പിശാശ്, എല്ലാവർക്കും പറയാം, പിശാശ് ഞങ്ങളിട്ട് ചവിട്ടി മെതിച്ച് ഇടിച്ച് നശിപ്പിച്ചിട്ടൊക്കെ ബ്രദറെ. അപ്പൊ ഞാൻ ചോദിക്കും, ലൂക്കോസിന്റെ 10:19 എന്തുവാ? പാമ്പുകളെയും തോലുകളെയും ശത്രുവിന്റെ സ്വതത്വം ചോദിക്കുക, അത് ഒന്നും എനിക്ക് ഒരിക്കലും ദോഷം വരത്തില്ല. അപ്പൊ ഇത് മനപ്പാടവായിപ്പം. അറിവെന്തുവാ? പിശാശ് ചവിട്ടി മെതിച്ചിട്ടേക്കുന്നതാ. അപ്പൊ ഏതാ സംഭവിക്കേണ്ടത്? ഈ പഠിച്ചത് അറിവായിട്ട് മാറണം. അറിവായിട്ട് മാറുമെന്നറിയാവോ? പിന്നെ പറഞ്ഞത് പിശാചിനെ അല്ല, അവന്റെ സകല പ്രവൃത്തികളെയും അഴിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട്. ആ പേര് പറയുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ നൈനാൻ എന്ന് പറയുന്ന ഒരു പേര് എന്നെ കാണിക്കും. ആരുടെ ഒരു പേരിൻ്റെ കൂടെ നൈനാൻ എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. നൈനാൻ, ഈ നൈനാൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, നൈനാൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കുറച്ച് നേരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുവാണ്. നൈനാൻ, അങ്ങനെ ഒരു പേരിൻ്റെ ഇടയിലോ ഏതോ ഒരു സ്ഥലത്തായിട്ട് നൈനാൻ വരുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ, യൂട്യൂബിലായിക്കോട്ടെ, നൈനാൻ, ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോണേ. ആ കൂട്ടത്തിൽ തന്നെ കർത്താവ് പറയുകയാണ്, ഒരു മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ, ഈ നൈനാൻ്റെ പേര് വന്നപ്പോൾ തന്നെ കൂട്ടത്തിൽ വന്നതാണ് മാത്യു. അങ്ങനെ ഒരു പേരുകാരനുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ആ തകർന്ന അവസ്ഥകളെ പണിതെടുക്കുവാനെന്ന് പ്രിയമക്കളുടെ പ്രാർത്ഥന അവിടെ ഉപയോഗിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഈ രണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ രണ്ട് പേരുമായിട്ട് ചേർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയലുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അവരെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഓക്കെ, തീർച്ചയായിട്ടും എന്റെ ഭർത്താവിന്റെ പേര് മാത്യു എന്നാ. ഈ മാത്യു, നൈനാൻ, ഞാൻ പറയും നൈനാനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാത്യു, നൈനാൻ, രണ്ടുപേരും ഉള്ളത്. ഓക്കെ, ഇന്ന് കർത്താവ് ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവപ്രവർത്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇതിന് ശേഷം നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് അയക്കരുത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി, എന്ന് കേട്ട വചനത്തിൻ്റെ ശക്തി, ഇനി ആഭിചാരത്തെ ഓർത്ത് ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം പറഞ്ഞ് മാത്രം ആരെങ്കിലും പേടിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഒറ്റ വചനം, ആവർത്തന പുസ്തകത്തിൻ്റെ ഈ വാക്യങ്ങളുടെ 22-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം മാത്രം, 23-5 മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമായ യഹോവ ശാപത്തെയും മന്ത്രവാദത്തെയും, എത്ര മന്ത്രവാദം എനിക്കത് അനുഗ്രഹമാണ്. ഇത് മാത്രം, ഇത് കാണാപ്പാഠം പഠിക്കരുത്, അറിവായിരിക്കണം. കൂടോത്രക്കാരൻ കാണുമ്പോൾ മുട്ടിടിക്കരുത്, പറയണം നിൻ്റെ ഒരു പരിപാടിയാക്കത്തില്ല. കാര്യം ഞാൻ ബൈബിളിൽ കണ്ടതാണ്, ഇതിനേക്കാൾ വലിയ രാജാക്കന്മാർ വില കൊടുത്ത് മേടിച്ച മന്ത്രവാദി മുട്ടിടിച്ചു പോയി. അവൻ്റെ ശാപത്തെ പോലും ദൈവം അനുഗ്രഹമാക്കിയെങ്കിൽ നീയൊക്കെ വെറും ചെറുതാ, ഒന്നും ഏക്കാൻ പോണില്ല. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പം എൻ്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഞാനൊരു ശ്രേയസ് എന്ന് പറഞ്ഞൊരു പേര് പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തുക. ശ്രേയസിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. അന്ധകാരത്തിൻ്റെ ശക്തികളെ കർത്താവ് വിടിവിക്കുന്ന ഒരു വാക്ക് പറയുകയാണ്. ശ്രേയസിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഏറ്റെടുത്തോണം. അതേപോലെ തന്നെ ഈ ശ്രേയസിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കർത്താവ് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ശ്രേയസിൻ്റെ ഭവനത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നതുകൊണ്ട് പറയുന്നു. എന്നോട് വാക്കിന് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ അകത്ത് നാളുകളായി കയറിക്കൂടിയ രോഗശക്തികൾ, അത് രോഗശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിതാക്കന്മാരെ രോഗികളാക്കി കിടത്തിയത്, പിന്നീട് തലമുറകളിലേക്ക് ആ രോഗത്തെ പകർന്ന് ആ കുടുംബത്തിൻ്റെ ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ അവരെ രോഗികളാക്കി മാറ്റുന്ന ഒരു രോഗശക്തിയുടെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ അടയാളം ശ്രദ്ധിച്ചു കേട്ടണം. പ്രതികരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇന്ന് കുടുംബത്തെ വിടിവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ
കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന കുടുംബത്തിൽ വെളിപ്പെടുന്നല്ലോ. ആ രോഗശക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ പാരമ്പര്യ ശക്തികളെയും യേശുവിനെ ഞങ്ങളെ തൊടാൻ കഴിയത്തില്ലപ്പാ. ഇന്ന് കേട്ടതുപോലെ തന്നെ ബിലയാമിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ ഏക്കത്തില്ല. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വാക്കിങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്, ഈ ഒരു ബൈബിളിൽ തന്നെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, ശമൂവേലിൻ്റെ ഭവനം മാത്രമല്ല, ശമൂവേലിൻ്റെ ഭവനത്തിൽ ഹന്ന എന്നു പേരുള്ളൊരു വ്യക്തിയുള്ള, അതായത് ബൈബിളിൽ പോലെ തന്നെ ശമൂവേലിൻ്റെ ഭവനത്തിൽ ഹന്നയുള്ള ഒരു കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. അതായത് ശമൂവേലിൻ്റെ കുടുംബത്തിൽ ഹന്നയുള്ള വ്യക്തിയെ, അതായത് ബൈബിളിൽ അതേ വാക്ക് തന്നെ പറയുകയാണ്, ശമൂവേലിൻ്റെ ഭവനത്തിൽ ഹന്നയുള്ള ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ കുടുംബത്തെ കർത്താവ് പറയും, തലമുറകളുടെ ഭാവിക്ക് വിരോധമായിട്ട് നിൽക്കേണ്ടതെല്ലാം ഇന്ന് എടുത്തു മാറ്റുകയാണ്. കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്, ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, അത് കൈവശമുണ്ടെങ്കിലും അതിൻ്റെ മേലേക്ക് ഒരു നന്മ ലഭിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലോക്കുകളെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ നിമിഷം എൻ്റെ കൂടെ നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ആരും മൗനമായിട്ടിരിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്തിരിക്കുന്ന ഇപ്പോൾ നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യേണ്ട, ഞാൻ അതിന് ശേഷം പറയാം. നിങ്ങളുടെ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്തേക്ക് ഈ ജ്വലനം ഉണ്ടാകുക. ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ മേഖലകളെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കണം. നമ്മൾ നാളെ ഈ വചനത്തിൻ്റെ അടുത്തൊരു ഭാഗം കൂടെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ അറിവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വചന ചിന്തയാണ് നാളെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കേൾക്കുന്ന വചനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിലൊന്ന് സ്വീകരിച്ച്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിന് ഒരു ലിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, ലിറ്റി അത് ഒഫീഷ്യൽ നെയിമാണ്, അത് വിളിപ്പേരെന്ന് കരുതില്ല, ലിറ്റി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടുന്നാട്ട് പറയുന്നു. ലിറ്റി യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട്. നാത്തൂൻ്റെ മരുമോള് യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്ത കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുത്തുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ പ്രാർത്ഥിച്ച് എനിക്കറിയാം. ഈ സമയത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, ഈ സമയത്ത് വേദന മാറിയവർ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. സൗഖ്യം നടന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ അല്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാം. ഇതിന് ശേഷം ബ്രദറെ എനിക്കൊരു ഭാരമുണ്ട്, വിഷയമുണ്ടെന്ന് പറയുന്നവർ പഠിച്ചവരാണ്. നിങ്ങൾ തത്തയെപ്പോലെ കൂട്ടിക്കിടക്കത്തുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോണം. കാണാപ്പാഠം പഠിച്ചവരല്ല, അറിവായിട്ട് കയറോട് ഞാൻ പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി എന്നാ എമർജൻസി പ്രയർ ആണെങ്കിലും എന്നാ വലിയ കാഷ്വാലിറ്റി ആണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സകല വിഷയങ്ങളും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ തൊടുന്നപ്പോൾ അത്ഭുതം നടക്കുകയാണ്. രോഗത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, ഞെരുക്കങ്ങളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ, കടഭാരങ്ങളുടെ മേൽ, തലമുറകളുടെ വിഷയത്തിൻ്റെ മേൽ, ഏത് വിഷയത്തെയും യേശുവിൻ്റെ നാമത്തിൽ തൊടുന്നപ്പോൾ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. സകല ബന്ധനങ്ങളും സകല രോഗങ്ങളും സകല പ്രശ്നങ്ങളും സകല ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അത്ഭുത വിടുതൽ കൽപ്പിച്ചാക്കുന്നപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുക, ആർക്കെങ്കിലും ആ സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്നവർ വേദന വിട്ടു മാറിയവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ വേദന വിട്ടുമാറി, ശരീരത്തിൽ നിന്നുള്ള വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു അനുഭവം, ആ ശരീരം ഇങ്ങനെ പുറം വളഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ആ വളയുക മാത്രമല്ല, ആ പുറത്തിൻ്റെ ഒരു വശത്തായിട്ട് ഭയങ്കര വേദന, ചില സമയത്ത് പിടിച്ചു കെട്ടുന്ന വേദന വരും. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ നിങ്ങളുടെ പുറമൊന്ന് വിരിച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് പകരുകയാണ്. ആ വേദനയിൽ നിന്നും, ആ ബുദ്ധിമുട്ടിൽ നിന്നും, ആ കൂന് പോലെയുള്ള അവസ്ഥയിൽ നിന്നും യേശു നിങ്ങളെ വിടുവിക്കുന്നു. അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പോൾ ഈ നിമിഷം വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ, രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്തൊരു വേദന മാറിയ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറ്റിയ അവസരമാണ്. നിങ്ങൾ ഈ സമയത്ത് അത് പറയാനുള്ള അവസരമാണ്. ഞാൻ അതിന് മുമ്പായിട്ട് നിങ്ങൾ തയ്യാറാകുക. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുന്നു.
കർത്താവ് അങ്ങ് അവരുടെ നന്മയിൽ നിന്നും അവർ വിതച്ച ഓഹരികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ കർത്താവ് വിതയായിക്കോട്ടെ, ദശാംശങ്ങളായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. വരാൻ പോകുന്ന മുഴുവൻ പ്രാർത്ഥനകൾക്കുമായി കർത്താവ് വിതച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവർ വിതകളെ ബ്ലസ് ചെയ്യുന്നു. മുന്നോട്ട് കർത്താവ് വിതയ്ക്കുന്നവരെയൊക്കെ ഓർത്ത് അവർ നന്മ കൊയ്യും. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധിക്ക് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് സാക്ഷ്യങ്ങൾ, ഈ വേദന ഇപ്പോൾ സൗഖ്യമായവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവർ പറഞ്ഞാട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറയേണ്ടവർക്ക് പറയാം. പറഞ്ഞു. ഞാൻ ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഒരു 4 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ബ്രദറെ. എന്റെ കയ്യിൽ മൊത്തം ഭയങ്കര വേദന കിടന്നിട്ടുള്ളത്. ഒത്തിരി എഴുതാനും ടൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര വേദന, കളച്ചു പൊട്ടുന്ന വേദനയായിരുന്നു. അത് പറഞ്ഞില്ല, നീര് വെച്ച പോലെ വേദന, അതുപോലത്തെ വേദന. ആ വേദന എന്റെ പുറത്തേക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നോട്ട് കൊടുത്താൽ വേദനിച്ചിട്ട് ഞാനങ്ങനെ വളയുകയായിരുന്നു ഇരുന്നിട്ട്. ഇത്ര വേദനയായിരുന്നു. ഇപ്പൊ എനിക്കത് മാറി ബ്രദറെ. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. എന്റെ കാൽമുട്ട് കുറെ കാലം കൊണ്ട് എനിക്ക് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. എത്ര നാളെ ബുദ്ധിമുട്ട് സിസ്റ്ററെ? കുറെ വർഷമുണ്ട്. എത്ര വർഷം? എന്നാൽ 5-6 വർഷമാകുമ്പോ അപ്പൊ ഭയങ്കര വേദന. പക്ഷെ നോക്കാൻ എനിക്ക് അതിനേക്കാളും വിഷമമായിരുന്നു. ഇന്നലെ വരെ ഞാൻ ഈ ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴൊക്കെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ എനിക്ക് മടക്കാനും പ്രയാസമില്ല, അത് നൂക്കാനും പ്രയാസമില്ല. ഇപ്പൊ നൂത്തപ്പോ ഒരു പടക്കോട് കൂടിയാണ് അത് നൂന്നത്. ഇപ്പൊ വേദന ഇല്ല, ബുദ്ധിമുട്ടുമില്ല. ഇല്ല, എനിക്ക് സൗഖ്യമായി. ഓ സ്വോത്രം. എത്ര വർഷമായത്? 8 കൊല്ലത്തോളമായി. ഓ 7 വർഷമായിട്ടുണ്ടായിരുന്നു. കാലിൽ എന്റെ പാദത്തിൽ എനിക്ക് ഒരു 10-38 കൊല്ലത്തോളായ ഒരു ചുണങ്ങുണ്ട്. അത് ചൊറിഞ്ഞ് തടിച്ചങ്ങ് വരും. അത് ഞരമ്പിന്റെ എന്തൊരു ഇതാണ്. അതെന്റെ ഫാദറിന് ഉണ്ടായിരുന്നു. അത് അതിലാണ് എന്റെ ഫാദർ കഷ്ടപ്പെട്ടങ്ങ് ഒരുപാട് ഞരമ്പ് ഊരെടുക്കുകയൊക്കെ ചെയ്ത് വെരിക്കോസ് പോലെ. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ കാലിനാണ് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ കാല് തന്നെയാണ് ഇപ്പൊ വിടിവിക്കപ്പെട്ടത്. ആ കാല് തന്നെ വിടിവിക്കപ്പെട്ടത്. സിസ്റ്റർ അങ്ങനെ ചുണങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. സിസ്റ്റർ ഒറ്റ വാക്ക്, ഇപ്പം കാല് കർത്താവ് സൗഖ്യമാക്കി 7-5 വർഷമായിട്ടുള്ളത്. സിസ്റ്റർ ആ ചുണങ്ങിനെ നോക്കിയിട്ട് പോകണം. പിതാവിൻ്റെ ഒരു പാരമ്പര്യവും ചുമക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ യേശുവിൻ്റെ മകളാണ്. ഞാൻ യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ അവകാശിയാണ്, പിതാവിൻ്റെ അവകാശി അല്ലെന്ന് പറഞ്ഞാൽ മതി. ആ ചുണങ്ങും ആ ബുദ്ധിമുട്ടും അപ്പം തന്നെ അവിടെ നിന്ന് വിട്ടു പോയിരിക്കും കേട്ടോ. അത്ഭുത സാക്ഷ്യമായിരിക്കും. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് ഇടതുവശം നെഞ്ചിനകത്ത് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇടതുവശത്ത് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ മുട്ടിന് നല്ല വേദനയായിരുന്നു. വേദന 1 മാസം കൊണ്ട് ഇപ്പൊ എനിക്ക് നടക്കാൻ അത്ര സൗകര്യമില്ല. എന്നാൽ ഇപ്പൊ എനിക്കത് ഞാനിപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതിനെക്കാട്ടിലും ഒരു ബലം കിട്ടുന്നുണ്ട്. ആമേൻ. അത് സൗഖ്യമായിരിക്കുന്നു അല്ലേ? സ്തോത്രം. ആമേൻ. കർത്താവിന് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു. എനിക്ക് രാവിലെ മുതലേ ചെവിക്ക് വേദനയായിരുന്നു. ഇടക്കിടക്ക് ചെവി വേദന ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതലേ കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ മുതലേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം ബ്രദർ പറഞ്ഞേരോ കൈവച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ അതെനിക്ക് സുഖമായി. കർത്താവെ വേദന മാറി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി, അത്ഭുതമാക്കിയത് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദർ, എനിക്ക് കാലുമുട്ട് മടക്കിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇപ്പൊ ചമ്മണക്കാലിട്ട് നല്ലതായിട്ട് ഇരിക്കുന്നു ബ്രദർ. ബുദ്ധിമുട്ടായിരുന്നു അത്? ബുദ്ധിമുട്ടാ. ഞാൻ ഒരുപാട് നാളായി
കാലിങ്ങനെ മടക്കിയിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും തറയിലൊന്നും ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ അതാ നല്ല കാല് നല്ല മടക്കി ചമ്മണക്കാലിട്ടിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് മാറി അല്ലേ? കർത്താവ് അങ്ങ് കൊടുത്ത അതെ. വിടുതലിന് നന്ദി പറയുന്നു. അപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ആമേൻ. ആവശ്യമില്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത് ഇവിടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ആ പറഞ്ഞോ. ബ്രദറെ, ഒരു 3 മാസത്തിന് മുന്നേ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഈ വലത് കാലിന്റെ മുട്ടിന് താഴെയായിട്ട് നല്ല കറുത്ത പാടിൽ ഇങ്ങനെ ബ്രദറിന് ഇങ്ങനെ ഒരു വിഷം കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അന്ന് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ എനിക്ക് 1 വർഷമായിട്ട് എന്റെ അവിടെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അത് മാറിയില്ലായിരുന്നു. ചൊറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ ഇട്ടോ നമ്മൾ മാന്തത്തില്ല, അതുപോലെ ചൊറിഞ്ഞ് അവിടെ അങ്ങ് വികൃതമായി ഭയങ്കര ബ്ലാക്ക് കളറായിരുന്നു. എനിക്ക് ഒരുമാതിരിപ്പെട്ട ഡ്രസ്സൊക്കെ കവർ ചെയ്ത് ഇട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ, അതുപോലെ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ കയറി വചനമൊക്കെ കേട്ട് ഇപ്പം ഈ അഴുക്കിങ്ങനെ കഴുകി കളയത്തില്ല, അതുപോലെ ഓരോ ദിവസം ചെല്ലും തോറും ഇത് അങ്ങ് തെളിഞ്ഞ് എന്റെ നോർമൽ സ്കിന്നായി വന്നത്. ആമേൻ. അത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. വചനം കേട്ട് എന്ത് ചെയ്തു? അത് കഴുകി കളയുന്നത് പോലെ തന്നെ അത് കംപ്ലീറ്റ് മാറി. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറിയില്ലായിരുന്നു, പക്ഷേ അത് കർത്താവ് പൂർണ്ണ സൗഖ്യമായി. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ചൊറിഞ്ഞങ്ങ് ഭയങ്കര ഒരു തഴമ്പ് പോലെ ആയിരുന്നു. തൊട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു തടിപ്പായിരുന്നു. അതെല്ലാം അങ്ങ് പോയി അവിടുന്ന്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വ്യത്യാസം ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാൻ മരുന്ന് നാട്ടിൽ നിന്ന് കഴിച്ചു, ഓയിൽമെന്റ് പുരട്ടി, ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഞാൻ എന്നും ഇങ്ങനെ ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിലൊക്കെ കയറി ഇരുന്നു. ഞാൻ എന്നും അത് ആ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് എല്ലാം എന്റെ പഴയ സ്കിൻ പോലെ മറ്റേ കാല് പോലെ തന്നെ ഈ കാലുമായി അങ്ങ്. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. അപ്പോൾ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇന്ന് കർത്താവ് ഇന്ന് പറഞ്ഞ പോലെ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് ഒത്തിരി ഓയിൽമെന്റ് ഉപയോഗിച്ചു, അവിടെ മാറ്റാത്തത് കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അത് മാറി. വാക്തത്വം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ആ പറഞ്ഞു. ബ്രദറെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കോമയിലായിരിക്കുന്ന ഒരു ആളിനെ കാണാൻ പോയി. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോരുന്നു കഴിഞ്ഞ ശേഷം ആ കൂടെ നിന്ന ബൈസ്റ്റാൻഡർ എനിക്ക് മെസ്സേജ് ഇട്ടു. കാലെ പിടിച്ച പ്രാർത്ഥിച്ചത്, യാതൊരു അനക്കവും ഇല്ലാതെ കിടന്നതാ. 2 മാസമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാനിങ്ങ് പോരുന്ന ശേഷം വിരലുകളെല്ലാം അനക്കാൻ തുടങ്ങിയെന്ന്. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ തളർന്നു കിടന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് ആ വ്യക്തി എണീറ്റ് വന്നതുപോലെ സിസ്റ്ററെ കോമാ സ്റ്റേജിൽ കിടന്ന വ്യക്തിയാണ് 2 മാസമായിട്ട്. പക്ഷെ പോയി പ്രാർത്ഥിച്ചു, കൈവച്ച പ്രാർത്ഥിച്ചത് അതിൻ്റെ വിരലുകൾ ചലിക്കുവാൻ തുടങ്ങി. സിസ്റ്ററെ പിന്നെയും പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ എണീപ്പിക്കുക. അനേകർക്ക് അതൊരു സാക്ഷ്യമായിട്ട് തീരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് ദൂരം ഒരു കല്യാണത്തിന് പോകണമായിരുന്നു. ഒരു 3-4 മണിക്കൂർ ദൂരം യാത്ര ചെയ്താൽ പോകുന്നത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ഭയങ്കര നടുവേദന. എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ കഴിയാത്ത പോലെ നടുവേദനയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കൈവച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നതിനായി സ്തോത്രം പറഞ്ഞൊരു 5-6 പ്രാവശ്യം ഞാൻ അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ആ നടുവേദന ഇല്ല. പിന്നെ വന്ന് തിരിച്ചിവിടെ വീട്ടിലെത്തിയിട്ടും എനിക്ക് ആ വേദന പോയി. പിന്നെ ഒരു കുഴപ്പമില്ല. ആമേൻ. എന്താ പറയുക, നമ്മൾ നമ്മുടെ കകത്തിരിക്കുന്ന രോഗസൗഖ്യത്തെ ഉപയോഗിക്കണം. സിസ്റ്റർ എന്ത് ചെയ്തു? അപ്പം തന്നെ കൈവച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്, അറിവിനെ ഉപയോഗിക്കണം. ആ രോഗം വന്നപ്പോൾ സാധാരണ എന്ത് ചെയ്യും? കർത്താവ് ഇരിക്കുന്ന നടുവേദനയാണെന്ന് സാധാരണഗതിയിൽ വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ സഹോദരി എന്ത് ചെയ്തു? കേട്ട വചനം പ്രയോജനപ്പെട്ടു അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്തു? സ്വന്തം കൈയെടുത്തങ്ങ് വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം. ആ അറിവ് ഉപയോഗിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ നടുവിൻ്റെ വേദന അവിടുന്ന് മാഞ്ഞുപോയി. തിരിച്ചു വന്ന് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇതാണ് അറിവ് ഉപയോഗിക്കേണ്ടത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഇന്നലത്തെ പ്രേയറില് ഷാലു എന്ന ഒരാളുടെ വീട്ടിലൊരു മരിച്ച ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ ആ ആൾ മുഖാന്തരം അല്പം നല്ല തകർച്ച ആ വീടിനുണ്ടായിട്ടുണ്ട്. ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു, ദൈവം അവിടെ പ്രവർത്തിക്കുന്നു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അത് ഞാൻ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ലാലു എന്നാ. അപ്പൊ ഞാൻ അത് ഏറ്റെടുത്തു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അത് ഏറ്റെടുത്തോണം, അത് പ്രാർത്ഥിച്ചോണം, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവം അത്ഭുതമാക്കും. ആമേൻ. ബ്രദറെ, ആ ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റർ. ഒരു വ്യക്തിയോട് ഇങ്ങനെ സുവിശേഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ വ്യക്തിക്ക് ഭയങ്കര വിശ്വാസിക്കായി. ഇപ്പൊ ആ വ്യക്തിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ആ വ്യക്തി പറഞ്ഞത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സ്പാർക്ക് ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി. തീർച്ചയായിട്ടും മിസ്റ്റർ, അത് കർത്താവിലുള്ള പകർച്ചയാണ്. നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവശക്തി മറ്റൊരാളിലേക്ക് പകരുന്നതാണ്, അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെയും സുവിശേഷം പറയുക, ആ സുവിശേഷത്തിൻ്റെ ഒരു അഭിഷേകം ഉള്ളതുകൊണ്ടാണ് അനേകരെ പ്രാർത്ഥിക്കുക, അവരെ രോഗങ്ങളെ സൗഖ്യമാക്കുക, അനേകരെ യേശുവിലേക്ക് നേടുന്നൊരു സുവിശേഷ അഭിഷേകമാണ്. അത് ഉപയോഗിക്കുക കേട്ടോ. കർത്താവ് പിന്നെയും ഉപയോഗിക്കും ശക്തമായിട്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു. പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇന്നൊരു ആലോചന പറഞ്ഞില്ലേ മന്ത്രവാദത്തിന്റെ കാര്യം, അത് എന്റെ വീട്ടിലാണ്. ആ റെഡ് മിക്സിയും പിന്നെ മുന്നിലെ പ്ലാവ് നിൽക്കുന്ന എല്ലാ അടയാളങ്ങളും കറക്റ്റ് ആണ്. ഞങ്ങൾ 20 വർഷമായിട്ട് സ്ഥലവും വീടും വിറ്റ് പോകാൻ നോക്കിയിട്ട് നടക്കണില്ല. അവരെ എന്ത് ചെയ്താലും സമ്മതിക്കുകയല്ല ഞങ്ങളെ കൊണ്ട് വിപ്പിക്കാൻ. ഇപ്പൊ എല്ലാവർക്കും, ഞങ്ങൾ 5 പേർക്കും രോഗങ്ങളാണ്, മക്കൾക്ക് ജോലിയില്ല, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്ററുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? കേട്ട അടയാളം എല്ലാം കട്ടായിപ്പോയി സിസ്റ്ററെ. കട്ടായിപ്പോയോ? ഇല്ല, കട്ടായില്ല. ആ, കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം സിസ്റ്ററുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നോ കേട്ടതെല്ലാം? അതെ അതെ അതെ, ഞങ്ങൾ 5 പേരും രോഗങ്ങളുണ്ട്. എനിക്കിപ്പോ ഒരു 5-8 കൂട്ടം രോഗമെങ്കിലും ഉണ്ട്. സിസ്റ്റർ ഇനി എന്നാ ചെയ്യണമെന്നറിയോ? അതിന്റെ പ്രതിവിധി ദൈവാത്മാവ് വെളിപ്പെടുത്തിയതിന്റെ അകത്തെ പ്രതിവിധി എന്നാന്ന് വെച്ചാൽ, ദൈവാത്മാവ് വെളിപ്പെടുത്തി ഞാൻ പറയാം, ചില കാര്യങ്ങൾ കർത്താവ് ആ വീടിന്റെ മുൻവശവും സംഭവിച്ചതും വീടിന്റെ ചില കാര്യങ്ങൾ ദൈവം പറയുന്നൊരു വാക്കാണ്. ആ വചനം ഏറ്റു പറഞ്ഞാൽ മതി. ഈ അതായത് ഒരു ശാപമോ ഒരു മന്ത്രവാദമോ ആ വചനം പോലെ തന്നെ ആ ശാപത്തെയും മന്ത്രവാദത്തെയും ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓടണ്ട, നിങ്ങൾക്ക് എതിരെ ചെയ്യുന്നവൻ ഓടിക്കോളും, അവൻ അനുകൂലമായി ദൈവാത്മാവ് അവൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളുമായിട്ട് രമ്യതപ്പെടുന്ന രീതിയിലേക്ക് കർത്താവ് മാറ്റി കേട്ടോ. ഇത് കേട്ട് അത് പറയുമ്പോൾ തന്നെ കുടുംബത്തിൽ തലമുറകളുടെയും സകല വിഷയങ്ങൾ അത്ഭുതമായി മാറും. ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. നാളെ മുതൽ എൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ. പറഞ്ഞു 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 ബ്രദറെ. ക്ലിയർ ആയില്ല ബ്രദറെ, കേട്ടില്ല. ബ്രദറെ, എനിക്ക് പണത്തിന്റെ കണ്ടമാനം ആവശ്യം. 30-ാം തീയതി നടക്കേണ്ടതായിരുന്നു, നടന്നില്ല. 10-ാം തീയതിക്കകത്ത് എനിക്ക് 2 ലക്ഷം രൂപ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞ് ചോദിക്കാൻ ഇനി വചനമൊന്നും എന്റെ കയ്യിലില്ല. എനിക്കൊരു വചനം പറഞ്ഞതാ ബ്രദറെ. നമ്മൾ ഇതിന് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത്. വചനം തീരുന്നില്ല, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വചനമാണ് നമുക്ക് അത്ഭുതമായി തീരുന്നത്. തുടർച്ചയായിട്ട് പറയുക. നമുക്ക് വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ ഇനി ഇല്ല. ഇനി വചനം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ദൈവം മാത്രമേ ഇനി പ്രവർത്തിക്കാനുള്ളൂ. അപ്പോൾ കർത്താവിൽ നമുക്ക് ആ ലഭ്യമായ വചനങ്ങൾ തന്നെ പറയുക. അതിനുവേണ്ടി ഇനി പ്രത്യേകം പ്രാർത്ഥനയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നു. ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞു നടക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. പിന്നെ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞു. ഞാനിതില് സൂം മീറ്റിംഗിൽ ഒരു 5-6 മാസമായി കയറാൻ തുടങ്ങിയിട്ട്. കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പ്രയറിന് കയറാണ്ടുള്ളൂ. അപ്പോൾ ഒരു മിറാക്കിൾ മണിയെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ അവരെ പെൻഷൻ മിലിറ്ററിയാണ്, എക്സ് മിലിറ്ററിയാണ്. അവരെ പെൻഷൻ അല്ല ശരിയായി വന്നില്ല. അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്ര. അപ്പൊ ഞാനിത് ബ്രദർ പറഞ്ഞ പോലെ അക്കൗണ്ട് ബുക്ക് പാസ്ബുക്ക് എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം, ഒരു 2 ദിവസം മുൻപ്.
അപ്പോൾ പിന്നെ എനിക്കറിയില്ല അവർ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പെൻഷൻ്റെ ശരിയായില്ല, പെൻഷൻ്റെ പൈസയല്ല എന്ന് പറഞ്ഞു. അത് അവരെ അക്കൗണ്ടിലാണ് വന്നത്, ക്യാൻസൽ ചെയ്താണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഫാമിലി പെൻഷൻ വരില്ല. അപ്പോൾ ഇതെനിക്കൊരു, പക്ഷെ വന്നത് RBI നിന്നാണ്. അത് എവിടെ നിന്നാന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്നുള്ള അത്യാവശ്യത്തിന് അത് കിട്ടിയത് കൊണ്ട് ഒരുപാട് കർത്താവിന് പിന്നെ നന്ദി പറയുന്നു, ബ്രദറിന് നന്ദി പറയുന്നു. ആ ബുക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്നു. അപ്പൊ അവരെ ആവശ്യമെല്ലാം ഞാൻ മാത്രമേ ഞാൻ ഹിന്ദു മതത്തിലുള്ളതാണ്, ഞാൻ മാത്രമേ പിന്നെ ഇത് സ്നാനപ്പെട്ടിട്ട് ഇത് കർത്താവിൻ്റെ ഇതിൽ വന്നിട്ടുള്ളൂ. അവര് ഹസ്ബൻഡ് പിന്നെ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമാണ് അവരെല്ലാം ചെയ്ത്. അപ്പൊ അവരെ ആവശ്യത്തിനെല്ലാം ഇതാക്കാൻ വേണ്ടി എനിക്ക് ഒരു വലിയൊരു ഉപകാരമായിട്ട് തീർന്നു. അതേപോലെ ഒരു പിന്നെ മോള് ലീന എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ബ്രദർ ഒരു പേര് പറഞ്ഞു, അത് എൻ്റെ മോളാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. പക്ഷെ അവളിൽ എന്തോ ഒരു പൈശാചിക ശക്തി അവളില്, ആ ഒരു പിന്നെ ഒരു ബന്ധങ്ങളൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ്, വീടെല്ലാം ആയതാണ്. അപ്പൊ ബ്രദർ പറഞ്ഞ ലീന എന്ന മോള് അത് എൻ്റെ മോളാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. ബ്രദർ ഒന്ന് അത് തീർച്ചയായിട്ടും സിസ്റ്റർ. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ 2 സാക്ഷ്യമാണ്. ഒന്ന് മോളുടെ ദൈവാത്മ വെളിപ്പെടുത്തണം, ഇനി ആ വിഷയം ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവം വെളിപ്പെടുത്തി തന്നെ നമ്മൾ വിടുതലാണ്. മറ്റൊരു സിസ്റ്റർ പറഞ്ഞാൽ മിറക്കിൾ മണി. ഞാൻ പറഞ്ഞില്ലേ, മിറക്കിൾ മണിയെ പറ്റിയുള്ള കൺഫ്യൂഷനുകൾ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അത് ഇപ്പം ഞാനത് പറയുന്ന സമയത്ത് നമ്മൾ വരും ദിവസം ഒന്നും കൂടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ മെസ്സേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മിറക്കിൾ മണി അതിനെപ്പറ്റി ഡൗട്ടുകളുണ്ടെങ്കിൽ അത് നമ്മുടെ ബസ് പറഞ്ഞാൽ ആ പാസ്ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞത് എവിടെ നിന്ന് വന്നു, അവർക്ക് നോക്കിയപ്പോൾ അത് ആ പൈസ കിട്ടാൻ ഒരു സാധ്യതയില്ല, ഒത്തിരി ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ പാസ്ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു, അത് ആ തുക പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ വചനം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന മിറക്കിൾ മണി നമ്മളിലേക്ക് വരുന്ന വചനം നിങ്ങൾക്കറിയാം. ആ വചനമാണ് പറഞ്ഞ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരി ആൾക്കാർക്ക് മിറക്കിൾ മണി റിലീസായത്. അത് വെച്ച് പ്രാർത്ഥിച്ചു, അവർ അക്കൗണ്ടിലേക്ക് ആ നന്മ വരുവാൻ ഇടയായി തീർന്നു. അപ്പം മിറക്കിൾ മണി, ഞാൻ ഇന്നത് ഇവിടെ ഈ വിഷയം അടുത്ത ദിവസം ഇത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മിറക്കിൾ മണിയെപ്പറ്റി തന്നെ. അപ്പോൾ അത് നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചവർക്കെല്ലാം അത് ക്ലിയർ ആകുവാൻ എൻ്റെ സാക്ഷിയുണ്ട്. എങ്ങനെയാണ് ഈ മിറക്കിൾ മണി, എന്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് മിറക്കിൾ മണി വരുന്നു, നമ്മുടെ കൈവശത്തിലേക്ക്. ഞാൻ പറഞ്ഞത് അക്കൗണ്ടിൽ മാത്രമല്ല, നിങ്ങളുടെ പോക്കറ്റിലും ഒക്കെ ഇത് വരും. അത് എന്തുകൊണ്ട് വരുന്നു, അത് എന്തുകൊണ്ടാണ്? ദ്രവ്യാഗ്രഹമാണെന്ന് പലരും പറയുന്നത്. ദ്രവ്യാഗ്രഹമൊന്നുമല്ല, കർത്താവിൻ്റെ കാലത്ത് പോലും ഇതുണ്ട്, മോശയുടെ കാലത്തുണ്ട്, ഇസ്രായേലിൻ്റെ എല്ലാ കാലത്തും ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. നമ്മളതിനെ പൈശാചികമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ല, ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ്. അത് വരും ദിവസം എടുക്കും, ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ കർത്താവ് വലിയ സാക്ഷ്യമാണത്. അക്കൗണ്ടിലേക്ക് അത് വന്നു. ഗോഡ് ബ്ലെസ് യു. കടം അതിൽ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ, വായ്പ മേടിക്കാതെ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടാതെ സ്വന്തം അക്കൗണ്ടിലൂടെ തന്നെ അത് വരാനിടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് 2 മാസം മുമ്പ് ഒരു പ്രോബ്ലം ആയിട്ട് എൻ്റെ അൾട്രാസൗണ്ട് ചെയ്തു. അപ്പം എനിക്ക് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും 2 സൈഡിലും ഓവേറിയൻ സിസ്റ്റമായിട്ട് ഡയഗ്നോസ് ചെയ്ത് എന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വിട്ടു. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഫൈബ്രോയിഡ്സ് കുഴപ്പമില്ല, പക്ഷേ സിസ്റ്റ് ഈ പ്രായത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1 മാസം കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് തന്നെ എൻ്റെ അൾട്രാസൗണ്ട് എടുത്തു. അപ്പം അൾട്രാസൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സിസ്റ്റ് ഇപ്പം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ പോയത്. അന്നേരം പറഞ്ഞു ചിലപ്പോൾ ഇത് ഷ്രിങ്കായി പോയതായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ ഞാൻ യാദൃച്ഛയാൽ ഇങ്ങനെ യൂട്യൂബിൽ ബ്രദറിൻ്റെ ഈ വചനം കേൾക്കുവാനും എനിക്ക് അതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അന്നേരം തൊട്ട് എന്നും ആ സമയത്തായിരുന്നു എൻ്റെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തത്. അന്നേരം തൊട്ട് ഞാൻ എന്നും കൈവച്ചെന്നും എൻ്റെ പ്രാർത്ഥനയിലും ഈ പ്രാർത്ഥനയിൽ യൂട്യൂബിൽ ഞാൻ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാറുണ്ട്. സൂമി പലപ്പോഴും എനിക്ക് കയറാൻ പറ്റത്തില്ല. അന്നേരം അങ്ങനെ ഞാൻ കൈവച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരു വിടുതൽ കിട്ടിയാൽ ഞാനും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയും. അങ്ങനെ ഞാൻ അങ്ങനെ ദൈവം തന്നെ എനിക്ക് വിടുതൽ തന്നാന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ. സിസ്റ്റർ എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്ന നാട് എവിടെയാ? ഇപ്പൊ എവിടെയാ സിസ്റ്റർ? എൻ്റെ നാട് റാന്നിയിലാണ്, ഞാൻ US ഇപ്പം. US അപ്പം നമുക്ക് സാക്ഷിയോ അതൊന്നും കാണിക്കാനൊന്നും പറ്റില്ലായിരിക്കും അല്ലേ? സ്കാൻ റിപ്പോർട്ടോ ഒന്നും അവിടെ കിട്ടില്ലായിരിക്കും അല്ലേ?
സ്കാൻ കുഴപ്പമില്ല, റിപ്പോർട്ടൊക്കെ അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ചെയ്യുന്നത് ശരിയല്ല. ഹോസ്പിറ്റലിന്റെ കുഴപ്പമില്ല. പ്രൈവസി വേണം. അല്ല കുഴപ്പമില്ല. ഞാൻ ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമുക്ക് സാക്ഷ്യം പറയുവാൻ അവസരങ്ങളുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, അത് വലിയൊരു സാക്ഷ്യമാണ്. സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് മുതൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റർ കൈവച്ച് പറയാൻ തുടങ്ങി, കർത്താവിൻ്റെ തിരുമുറിവിനുള്ള രോഗസൗഖ്യത്തെപ്പറ്റി പറയാൻ തുടങ്ങി. അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ സ്കാൻ ചെയ്യുന്നതിൽ ഓപ്പറേഷൻ വേണ്ട, അത് അവിടെ ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട്, ചില ആൾക്കാർക്ക് ഭയങ്കര സംശയമുള്ളവരുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ? അവരെ തെളിയിക്കാൻ വേണ്ടിയല്ല, എങ്കിലും ഇനി വിശ്വസിക്കുന്ന ആർക്കെങ്കിലും, ഇനി കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കുവാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹമുള്ളവർക്ക് ഇതൊരു സംശയമാകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമുക്കൊരു തെളിവ് കൊടുക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. സിസ്റ്റർ പറഞ്ഞത് വലിയ അത്ഭുതമാണ്. കർത്താവ് ആ മുഴ മാറ്റിയിരിക്കുന്നു, ആ സിസ്റ്റർ എടുത്ത് മാറ്റിയിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാതെ, അതാണ് അത്ഭുതം, ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ കർത്താവ് അതെടുത്ത് മാറ്റി. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ എന്നത് സാക്ഷ്യം പറയുവാൻ കാണിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഇന്നലെ ഷാലു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എന്റെ സഹോദരന് വർഷങ്ങളായിട്ട് പാരലൈസ് ആയിട്ട് പതിയെ എഴുന്നേൽത്ത് നടക്കുകയുള്ളൂ. ഫാദർ മരിച്ച് ഇപ്പം 2 വർഷമായി. വല്ലാത്ത അവസ്ഥയിൽ ഈ വീട് കിടക്ക, വലിയ ഭാരത്താൽ അമ്മയുണ്ട്. ഈ ഫോട്ടോ കയറി വരുന്നിടത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധ ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. തുടർമാനമായിട്ട് ആ വചന ചിന്തകളെയും കേൾക്കുക. കർത്താവ് അത് സാക്ഷ്യം. ആ മാനോട് പറയണം, അവൻ്റെ കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ, നീ രോഗിയായി കിടക്കാനല്ല യേശു മരിച്ചത്. പറയണം, യേശു അടി കൊണ്ടത്, മുറിവേറ്റത് നീ പാരലൈസ് ആയി കിടക്കാൻ വേണ്ടിയല്ല, നീ നടന്ന് യേശു ജീവിക്കുന്നുവെന്ന് എല്ലാവരോടും പറയേണ്ടവനാണ് നീ. അവനെ കൈവച്ച് പറഞ്ഞു അവനെ എണീപ്പിച്ച് നടത്തണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എഴുന്നേറ്റ് നടക്കുന്നുണ്ട് പാസ്റ്റേ, ഇപ്പൊ എന്നാ ശരിക്കുള്ള ബുദ്ധിയൊന്നുമില്ല. എന്നാൽ ശരിക്കും അവനെ നടത്തിക്കണം. അവനോട് പറയണം, നീ ഇങ്ങനെ നടക്കാൻ പറ്റും, നീ ലോകം മുഴുവൻ പോയിട്ട് യേശു എന്നെ നടത്തിയെന്ന് പറയാനുള്ളവനാന്ന് പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ നൈനാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, എന്റെ അമ്മാച്ചന്റെ മോനാ, സുശേഷം ചെയ്യുന്നുണ്ട്. അടയാളങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഒരു പേര് മാത്രമായിരിക്കത്തില്ല, അടയാളങ്ങളും അതിനകത്ത് കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് അത് ഏറ്റെടുത്താണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, സാക്ഷ്യം പറയാനായിരുന്നേ. പറഞ്ഞു സിസ്റ്ററെ. പിന്നെ എന്റെ മമ്മിക്കാണെങ്കിൽ മമ്മി മറിഞ്ഞു വീണായിരുന്നു. ഇപ്പം മുട്ടുമടങ്ങിയാണ് വീണത്. പുള്ളിക്കാരത്തിക്ക് ആർത്രൈറ്റിസിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. എഴുന്നേക്കാൻ പോലും നമ്മൾ പിടിച്ചെണ്ണിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു. ഞാൻ ദിവസവും പോയി ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ബ്രദർ ഇങ്ങനെ മുട്ടിന്റെ വേദന സൗഖ്യമാക്കിയിരിക്കുന്നു ആലോചന പറഞ്ഞായിരുന്നു. അങ്ങനെ അതിനുശേഷം അതിന്റെ പിറ്റേന്ന് തൊട്ട് മമ്മി തനിയെ എണ്ണിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ സാധിച്ചു. ആമേൻ. അത് വലിയ സാക്ഷി സിസ്റ്ററെ. കാരണം വെച്ചാൽ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മാതാവ്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വേദന ഉണ്ടായിരുന്ന മാതാവ് ആ പ്രവചന ആലോചന, മുട്ടിൻ്റെ മേൽ സൗഖ്യം വരുന്നുള്ള പ്രവചന സൗഖ്യത്തെ കേട്ടപ്പം ഏറ്റെടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? തന്നെ എണീറ്റ് നടന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ പ്രിയ മാതാവിന് കർത്താവ് ബലം കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതിനെ നിങ്ങൾ അത് പറഞ്ഞത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അത് അത്ഭുതമായി മാറുകയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നലെ ആണെങ്കിലേ, ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ വയലറ്റ് കളറിലെ നൈറ്റ് ഇട്ട് ഇടത് കയ്യിൽ വളയിട്ടോണ്ട് ഒരാലോചന പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് അത് തൊട്ടിരിക്കുക കേട്ടോ. ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തു. വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു. ഞങ്ങളെ വീട്ടില് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ വെള്ളമില്ലായിരുന്നു. പക്ഷെ ടാങ്കിൽ ഫുൾ വെള്ളമുണ്ട്, വീട്ടിനകത്തുള്ള പൈപ്പിൽ ഒന്നും വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ അമ്മയാണ് പ്രാർത്ഥിക്കുന്നത് ഇതില്. ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു, ഇങ്ങനെ കടന്നുകൊണ്ടൊക്കെ കേൾക്കും. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനെ ഇതിലൊക്കെ വെള്ളം വന്നിരിക്കുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ മനസ്സോട് പറഞ്ഞു, എന്തായാലും സാക്ഷ്യം പറയാം എന്ന്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വെറുതെ ഒന്ന് തുറന്നു നോക്കിയതാ, വെള്ളം വന്നു. ആമേൻ. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ പറയുന്നത് വിശ്വാസത്തോടെ, അതുകൊണ്ട് കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു.
എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ബാക്ക് പെയിൻ, നടുവിന് വേദനയും പിന്നെ അതുപോലെ ഈ വാരിയെല്ലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോ ഉള്ളിലേക്ക് നമുക്ക് ശ്വാസമൊക്കെ എടുക്കുമ്പോൾ ഈ വാരിയലിന്റെ ഭാഗത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അതുപോലെ തുമ്മുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് ഇപ്പൊ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് അതിങ്ങനെ കുറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടുണ്ട്. ആമേൻ. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത് നന്ദി. പ്രിയപത് പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള നടുവേദന ഉണ്ടായിരുന്നു, വാരിയലിന് വേദന ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പൂർണ്ണ സൗഖ്യമായി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, എന്റെ പേര് പറഞ്ഞു. രാജു. ഞാൻ കരുനാഗപ്പള്ളിന്നാണേ. ഞാൻ എന്റെ ചേച്ചിയാണ് എനിക്ക് പ്രാർത്ഥന ഈ യൂട്യൂബിലൂടെ അയച്ചു തന്നത്. എനിക്ക് ഒക്ടോബർ 23-ാം തീയതി എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ബ്രദർ പറഞ്ഞ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എന്റെ ഈ മാറും എന്റെ വയറും കൂടെ ഒന്നായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ ആ വചനം പറഞ്ഞു. ഞാൻ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം തന്നെന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നു. എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ നിന്നായിരുന്നു ആഹാരം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ ഞാൻ അത് ഏറ്റു പറഞ്ഞു. എനിക്ക് ഭയങ്കര സൗഖ്യം തന്നു. മറ്റേ ആഹാരം കഴിക്കുമ്പോൾ എന്റെ വയർ ഒത്തിരി അങ്ങ് വീർക്കും. ഇപ്പൊ പൂർണ്ണമായി എന്റെ വയറ് ചൊട്ടി. എത്ര ആഹാരം കഴിച്ചാലും എനിക്ക് വയറിപ്പം പൊങ്ങി വരത്തില്ല. ഭയങ്കര ഒരു സാക്ഷ്യവാ. ഓ സ്വത രോഗാത്മാവ് വിട്ടുപോയതോടെ, രോഗത്തിന്റെ ആത്മാവായിരുന്നു അത് വിട്ടുപോയതാ ശരീരത്തിന്. എത്ര വർഷമായിട്ട് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരുന്നു? 2022 എനിക്കിത് ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സെപ്റ്റംബർ പകുതി ആയപ്പോൾ എനിക്ക് വീണ്ടും തുടങ്ങിയ അസുഖം. അങ്ങനെ ഞാൻ ഈ ഒക്ടോബർ 23-ാം തീയതി ഈ വചനം ഏറ്റെടുത്ത് പറയുകയും യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാല് എനിക്ക് സൗഖ്യം തന്നു എന്ന് വിശ്വസിക്കുകയും ഞാൻ ഇന്നും അത് നടന്ന് ഞാൻ പറയുമായിരുന്നു, കർത്താവെ എനിക്ക് ഭയങ്കര ഒരു സൗഖ്യമാണല്ലോ എന്റെ വയറിന് തന്നെ. ഭയങ്കര കട്ടിയായിരുന്ന വയറായിരുന്നു. ഇപ്പം തൊട്ടാ നല്ല ഇതായിട്ടിരിക്കുന്നു വയറ്. ആമേൻ. തീർച്ചയായിട്ടും എസ്റ്റർ, ഈ സാക്ഷ്യം കൊല്ലത്ത് വന്ന് പറയണം കേട്ടോ. നേരിട്ട് നമുക്ക് കാണാം, നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം, അത് പറയണം. വലിയ സാക്ഷ്യമാണ്, കർത്താവ് തൊട്ട സാക്ഷ്യമാണ്. ദൈവം കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെയും നമുക്ക് മുന്നോട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. എങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കഴിഞ്ഞത് നമുക്ക് ശനിയാഴ്ച ഇന്നാളത്തെ പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുവാനുള്ള ഒരവസരം വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ നേരത്തെയോ നമ്മൾ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് പിന്നെ അതിൽ പങ്കുചേരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് ചോദിച്ചതൊക്കെ. അപ്പോൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റൊരു മതത്തെയോ മറ്റൊന്നിനെയും മുറിവേൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഉണ്ടാകുന്ന ഡൗട്ടുകൾ, ഒരു വചനം വായിക്കുമ്പോൾ കേട്ട ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് അത് നിങ്ങൾക്ക് ചോദിക്കാം. ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള അവസരം ശനിയാഴ്ചയുണ്ട്. ശനിയും ഞായറും ഒക്കെ നമ്മൾ ഡിസ്കഷനുകളും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങുക. ഫെബ്രുവരി നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുമായിട്ട് നിങ്ങൾ എപ്പോഴും ബന്ധപ്പെടുക. കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാം. നേരിട്ട് നമുക്ക് സാക്ഷ്യങ്ങൾ, ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും നമ്മൾ ഈ വെർച്വലി കാണുന്നതിനേക്കാൾ പോലെ തന്നെ ഫിസിക്കലി നേരിട്ട് വലിയ ദൈവപ്രവർത്തികൾ കാണിക്കാൻ ഒത്തിരി ആൾക്കാർ പറഞ്ഞ് രോഗികളായിട്ടുള്ളവരെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ധൈര്യത്തോടെ കൊണ്ടുപോവുക. കർത്താവ് അവിടെ സൗഖ്യമാക്കും. ആംബുലൻസുകളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരിക. കർത്താവ് അവിടെ സൗഖ്യം നടക്കും. യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്. ബ്രദറിൻ്റെ ഒരു കഴിവോ മിടുക്കുമൊന്നുമല്ല. പഠിപ്പിക്കണം, കൊണ്ടുവരുന്ന അവരോട് പറയണം, സഹോദര സഹോദരി നിങ്ങൾ അവർക്ക് വേണ്ടി കൈവച്ചോണം. യേശു നിന്റെ രോഗത്തെ വഹിച്ചതാ. നീ രോഗിയായി കടന്ന് നിലവിളിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് കർത്താവ് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കർത്താവ് നിന്നുകൊടുത്തതും മുറിവേറ്റതും നിന്റെ രോഗശക്തി നിന്നെ വിട്ടു പോകാൻ വേണ്ടിയാണ് പറയണം. അത്ഭുത വിടുതലുകളെ കർത്താവ് ചെയ്യും. സാധാരണമായ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ കർത്താവ് അവിടെ ചെയ്യും. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും പൊട്ടിക്കുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങളുടെ മേലേക്ക് തമ്പുരാൻ പകരുവാൻ ഇടയായിത്തീരും. വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ തന്നെ അങ്ങോട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നന്മ നമ്മൾ കാണും. ദേശത്ത് പട്ടണത്തിൽ നമ്മൾ സാക്ഷിയാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്താട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ലൈവിൽ കാണുന്ന നിങ്ങളെ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല.
ഞാൻ വരും ദിവസം ഞാനത് ലൈവ് വരുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബിലും ഇതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നടക്കാൻ പോകുന്ന ഫെബ്രുവരിയിലെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക. നിങ്ങൾ സംസാരിക്കാൻ അവസരങ്ങളുണ്ട്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക്